ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചാൽ അറിയാൻ പറ്റും. നമ്മളുടെ എല്ലാം ജീവിത കാലഘട്ടത്തിൽ നമ്മളുടെ കരിയർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അതുമല്ലെങ്കിൽ നമ്മളുടെ അച്ചടക്കം, ഇതെല്ലാമാണ് ഭാവിയിൽ ഏതൊരു വ്യക്തിയെയും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ കാര്യമായിട്ട് അതെ. ഹെൽപ്പ് ചെയ്യുന്നത്. ആ. ദുബായ് ജീവിതത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് തന്നെ തുടങ്ങണം. കാരണം എൻ്റെ നാട്ടിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് ഞാൻ ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്തത്. അവരുടെ റൂമിൽ താമസിച്ച് ജോലി കണ്ടെത്തുന്നു. അന്നത്തെ ഏതൊരാൾക്കും ഉള്ള പോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നു. ജോബ് കണ്ടെത്താനുള്ള അവസ്ഥയിലുണ്ടാകുക. ഉം. പിന്നെ സാമ്പത്തികം വലിയൊരു പ്രശ്നമായിരുന്നു. ഞങ്ങളിപ്പോൾ 4 വർഷത്തോളം 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ആ. സെക്യൂർ മീ ഇൻഷുറൻസ് സൊല്യൂഷൻ. ആ. അത് നോസ്റ്റാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഉം. അതിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം സൊല്യൂഷൻസും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇൻഷുറൻസ് സൊല്യൂഷൻ എന്ന പേര് അതിൻ്റെ കൂടെ ചേർത്തത്. ഏതൊരു കസ്റ്റമറും എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പേര് പല രീതിയിലുള്ള ആവശ്യങ്ങളായിട്ട് വരാറുണ്ട്. ഒന്നാമത്തെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുട്ടിക്ക് തീരെ വയ്യ, സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ മകന് വയ്യാത്ത സിറ്റുവേഷനിൽ ഇൻഷുറൻസ് ചോദിച്ചു വരുന്നവരുണ്ട്. അവർ നമ്മളത് കൃത്യമായിട്ട് ബോധവൽക്കരിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഡാമേജ് കമ്പനിക്ക് കൂടെ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് എന്നുള്ളൊരു പ്രോഡക്റ്റ് എപ്പോഴും നേരത്തെ എടുത്ത് വെക്കുക, അതെ. അല്ലെങ്കിൽ അത് ഏത് സമയത്താണോ അത് ആവശ്യം വരുന്നത് ആ സമയത്ത് യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു രീതി. അതൊരിക്കലും അസുഖമുള്ള ഒരാൾ പെട്ടെന്ന് വന്ന് പിറ്റേ ദിവസം അത് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് കവറായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറിനെ ഏത് രീതിയിലാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ട്രെയിനിങ് ഏതൊരു സ്റ്റാഫിനും കിട്ടിയിരിക്കും. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ദുബായ് ബേസ്ഡ് സെക്യൂർ മീ ഇൻഷുറൻസ് കമ്പനി ഫൗണ്ടർ മിസ്റ്റർ ബിജു പുളിക്കൽ. നമസ്കാരം. നമസ്കാരം. ദുബായിൽ നിന്നും എത്തിയിരിക്കുന്ന ബിജു ഇന്നിപ്പോ എന്താ പറയാ, നമ്മുടെ ഇവിടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോ എല്ലാവരും വളരെ ചൂടേറി ഇങ്ങനെ നിൽക്കാണ്. ആ സമയത്തും നമുക്കറിയാം ദുബായിൽ ഇപ്പം വാർ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സെക്യൂർ മീ ഇൻഷുറൻസ് കമ്പനി ദുബായിൽ എത്രത്തോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. പക്ഷെ ആ നാട്ടിലാണെങ്കിൽ പോലും ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം ബിജു എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഇവിടുത്തെ പൊളിറ്റിക്സ് കാര്യങ്ങളിലെല്ലാം വളരെയധികം സജീവമാണ്, ആക്റ്റീവാണ്. അതേപോലെ കമ്പനിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ദുബായ് ബേസ് ചെയ്ത് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ സെറ്റിലായ താങ്കൾ ഇന്നിപ്പോ ആ കമ്പനിയുടെ ഒരു എന്താ പറയാ ഒരു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് തന്നെ എത്താവുന്ന രീതിയിൽ ഇന്നിപ്പോ നാട്ടിലും ആ കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് ഇപ്പൊ പറയാനുള്ളത് അല്ലെ? തീർച്ചയായും, തീർച്ചയായും. അപ്പൊ നമുക്ക് ഈ ഒരു സെക്യൂർ മീ ഇൻഷുറൻസ് കമ്പനി അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം. എത്ര വർഷമായി അത് ദുബായിൽ ഇപ്പൊ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ 4 വർഷത്തോളം 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ആ. സെക്യൂർ മീ ഇൻഷുറൻസ് സൊല്യൂഷൻ. ആ. അത് നോസ്റ്റാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഉം. അതിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം സൊല്യൂഷൻസും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇൻഷുറൻസ് സൊല്യൂഷൻ എന്ന പേര് അതിൻ്റെ കൂടെ ചേർത്തത്. ഓ. അതാണ് സെക്യൂർ മീ. പിന്നെ സെക്യൂർ എന്നുള്ള വാക്കറിയാലോ. അതെ, നമ്മളെ സെക്യൂർ ആക്കി വെക്കുകയാണ് അതെ, അതെ അതെ, അല്ലേ? അതെ. അപ്പൊ എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. ഞങ്ങള് എ ടു സെറ്റ് എന്ന് ഉം. തന്നെ പറയാം. ആ. അതില് ഏതൊരു ഇൻഷുറൻസ് കമ്പനികളും ഉം. കൊടുക്കുന്ന 99% പ്രോഡക്റ്റുകളും ഉം. ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഞങ്ങൾ കവർ ചെയ്യാത്തത്. ലൈഫ് ഇൻഷുറൻസ് ആണ്. ഓ, അത് കൊടുക്കുന്നില്ല. ഇല്ല, ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ ചില പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ട് ഉം. UAE പോലുള്ള രാജ്യങ്ങളിൽ. അതെ. അപ്പോൾ അവിടെയെല്ലാം ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പോകുന്ന കുറേ പ്രത്യേക പ്രോഡക്റ്റുകളുണ്ട്. ഉം. UAEയിൽ ഇപ്പോൾ ഹൗസ് ഇൻഷുറൻസ്, ഉം. ഹോം ഇൻഷുറൻസ്, അതുപോലെ തന്നെ PV പൊളിറ്റിക്കൽ വയലൻസ് പോലുള്ള ഇൻഷുറൻസുകൾ ഇപ്പോൾ ഉം. ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം ഉം. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിൽ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓ. അത് നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഉം. അത് ഇതുപോലുള്ള സമയങ്ങളിൽ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് നിൽക്കാനാണ് ഞാനും സ്റ്റാഫുകളും ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനിയിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഒന്ന് നമ്മൾ പാനിക് ആവും അല്ലേ? അത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നല്ലൊരു റോൾ തന്നെയാണ് ഉള്ളത് അല്ലേ? ആൾക്കാരെ കുറേം കൂടെ സെക്യൂർ ആക്കാനായിട്ടും ആ ഒരു ഒരു ധൈര്യം കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ നിന്നും. തീർച്ചയായും. അത് ഗവൺമെന്റിന്റെ സപ്പോർട്ട് കാര്യമായിട്ട് ഉം. അവിടുത്തെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഉം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. ഉം.
അത് എൻ്റെ ഫാമിലി എല്ലാം ദുബായിലാണ് ഉള്ളത്. ആ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് തരുന്നത് രാജ്യം തരുന്ന സേഫ്റ്റിയുടെ സേഫ്റ്റി. ഒരു ബലത്തിലാണ് ഞാൻ എൻ്റെ ഫാമിലിയെ അവിടെ നിർത്തിക്കൊണ്ട് ഉം. നാട്ടിലേക്ക് വരുന്നത്. ആ. അപ്പോൾ പുറമെ ഉണ്ട് ഒരുപാട് ന്യൂസുകൾ, പ്രത്യേകിച്ച് ഉം. മലയാളം ചാനലുകളെല്ലാം വലിയ രീതിയിൽ യുദ്ധത്തെക്കുറിച്ചിട്ടെല്ലാം അതെ. ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി അടക്കം എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലാണുള്ളത്. ഉം. അപ്പോൾ അവർക്കും പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട്. അവർ ചോദിക്കാറുണ്ട്. എന്താണ് ഇപ്പത്തെ ദുബായിയുടെ കറന്റ് സിനാരിയോ? കറന്റ് സിനാരിയോ ദുബായ്, നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ ദുബായിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ ഒരു മാറ്റങ്ങളുമില്ല. സാധാരണ യൂഷ്വൽ പോലെ മാറ്റങ്ങളൊന്നുമില്ല, തന്നെ. നടക്കുന്നുണ്ട്. ഓക്കെ. അതിനുള്ള എല്ലാത്തരം സൊല്യൂഷനും നമുക്ക് ഗവൺമെന്റ് തരുന്നുണ്ട്. ഉം. അതിന് എല്ലാവിധ സൈനികമായിട്ടായാലും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നോ ആ രീതിയിലുള്ള എല്ലാ സംരക്ഷണവും ഉം. ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. ഉം. അതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിസിനസ്സിന് വേണ്ടി എന്തൊക്കെ ബൂസ്റ്റ് പ്ലാനുകൾ വേണമെന്ന് പോലും ഗവൺമെന്റ് ഏഹ്, കൃത്യമായിട്ട് മനസ്സിലാക്കി ഉം. അതിനനുസരിച്ച് അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ ട്രേഡ് ലൈസൻസുകൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് ആ. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിന്റെ ചാർജസ് അവർ കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. കുറച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആ രീതിയിലേക്ക് ഗവൺമെന്റ് ചെയ്തു പോകുന്നുണ്ട്. ഉം. പിന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം, ഉം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും അവിടെ ഗവൺമെന്റ് എടുത്തു ചെയ്യുന്നുണ്ട്. പോകുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം നാട്ടിലേക്ക് ഇപ്പം വേറെ കുറച്ച് നല്ല കുറെ വിശേഷങ്ങളുണ്ട് നമ്മളുടെ അടുത്ത് ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോഴും സേഫ് ആയിട്ട് മക്കളെയും വൈഫിനെയൊക്കെ ദുബായിൽ തന്നെ അവരവിടെ തന്നെയാണ്. അവരെ അതെ, അതെ. ആക്കിയിട്ട് വരാൻ പറ്റി അല്ലേ? അവിടുത്തെ കാര്യങ്ങളെല്ലാം സേഫ് ആയിട്ട് തന്നെ പോകുന്നുള്ളതുകൊണ്ട് തീർച്ചയായും. അല്ലേ? ഇനി നമുക്ക് ഈ സെക്യൂർ മി ഇൻഷുറൻസ് കമ്പനി ഇപ്പൊ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് മാത്രം ചെയ്യുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസും അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? അത് ഇൻഷുറൻസുകള് ഉം. സത്യത്തിൽ അതൊരു വലിയ ഒരു ക്വസ്റ്റ്യനാണ്. ഉം. അതിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. ആ. അതായത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉം. അതിൽ കമ്പൽസറി ഇൻഷുറൻസുകളുണ്ട്. ഉം. അപ്പോൾ കമ്പൽസറി ഇൻഷുറൻസുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് അതിൽ വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. ഉം. അതുപോലെ ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് അവിടെ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഉം. ഇറ്റ് മീൻസ് നമ്മൾ എന്ത് വന്നാലും ആ ഒരു ഇൻഷുറൻസ് ഗവൺമെന്റ് ലോ പ്രകാരം എടുത്തേ പറ്റൂ. ഓക്കെ. അതായത് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ടാവണം. നിർബന്ധമാണ്. വിതൗട്ട് എനി ഇൻഷുറൻസ് ദ വെഹിക്കിൾ ഒരു കാരണവശാലും റോട്ടിൽ ഇറങ്ങാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ റൂളാണ്. ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ. ഉം. അല്ലെങ്കിൽ അത് വലിയ ഫൈനുകൾ അല്ലെങ്കിൽ വലിയ നിയമ നടപടികളിലേക്കെല്ലാം ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഉം. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പൽസറി ആക്കിയത് അവിടെ വരുന്ന ഓരോ തൊഴിലാളികൾക്കും ഉം. അവരുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ഉം. അതായത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പൽസറി എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയാണോ ഈ ജോലിക്കാരെ സ്പോൺസർ ചെയ്യുന്നത് ഉം. അവരാണ് അതിന്റെ പൈസ അതിനു വേണ്ടി കൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ കമ്പനിയായിട്ടാണ് അതെ, ചെയ്യുന്നത്. അത് ഓക്കെ. ഗ്രൂപ്പ് മെഡിക്കൽ പൊതുവെ എടുക്കേണ്ടതുണ്ട്. ആ. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഉം. മെഡിക്കൽ പോളിസികൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഉം. ഇതുപോലുള്ള കമ്പൽസറി ഇൻഷുറൻസ് അല്ല ലൈഫ് ഇൻഷുറൻസ്. ഓ. ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ചൂസ് ചെയ്താ വേണമെങ്കിൽ മതി. ചൂസ് ചെയ്യാം, ഓക്കെ. അല്ലെങ്കിൽ വേണ്ട. ആ. അതുപോലെയുള്ള പ്രോഡക്റ്റുകൾ. അപ്പോൾ അതുപോലെയുള്ള പ്രോഡക്റ്റുകളിൽ ഞങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ. ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഉം. കൃത്യമായിട്ട് പറയുന്ന ചില പ്രോഡക്റ്റുകളുണ്ട്. എന്ത് വന്നാലും ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിന് നിർബന്ധമായിട്ട് ഒരു ഇൻഷുറൻസ് വേണം. ഓ. അത് ആ ഷോപ്പിന്റെയും അതുപോലെ തന്നെ അവിടെ വരുന്ന എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ ഇനി എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉം. അതുകൂടെ കവർ ചെയ്ത്, അതൊരു ബിസിനസ്മാനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം ഉം. എന്നുള്ള ഒരു നല്ല തീരുമാനത്തോടു കൂടി നടപ്പിലാക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഓക്കെ. അത് അതിൻ്റെതായ പോസിറ്റീവ് സെൻസോട് കൂടി തന്നെയാണ് പലരും ഉം. ഏഹ്, മുന്നോട്ട് എടുത്തിട്ടുള്ളത്. ഉം. അപ്പോൾ അതുപോലെ തന്നെ പല തീരുമാനങ്ങളിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പരിഷ്കരണങ്ങളെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ഉം. തുടക്കത്തിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാം ജനങ്ങളുടെ നന്മയ്ക്കാണ്. ഇപ്പോൾ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേം പോലുള്ള ഫേമുകൾ നടത്തുന്ന ഞങ്ങൾ പോലുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുപോലുള്ള ലോകൾ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് അത് എല്ലാം നല്ല ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കൂടെ നല്ല കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന തീരുമാനങ്ങളായിട്ടാണ് ഞങ്ങൾ കൈക്കൊള്ളുന്നത്. ഓക്കെ. ഇപ്പം ഈ സെക്യൂർ മീ ഇൻഷുറൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിക്ക് ഇൻഷുറൻസും എടുക്കാം. അതേപോലെ കമ്പനിക്ക് തന്റെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് പോലെ അങ്ങനെയുള്ളതും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ബിസിനസ്സുകാരനും ഓരോ ഓൺട്രപ്രനറിനും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ കട അല്ലെങ്കിൽ ഓഫീസിന് മൊത്തത്തിലായിട്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവിടെ സെക്യൂർ മീ ഉണ്ട് അല്ലേ? അതെ, അതെ. ഇപ്പൊ സാധാരണ ഒരു ഷോപ്പാണെങ്കിൽ പോലും ആ ആ. ഷോപ്പിൽ ഒരു ജോലിക്കാരുണ്ടാകാം. ആ. ആ ഷോപ്പിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാകാം.
ഈ ഓക്കെ. പ്രോഡക്റ്റിന് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം, ജോലിക്കാർക്ക് ഓ! വേണമെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാം, ഈ ഓ! വണ്ടി ജോലിക്കാർക്ക് സ്വന്തമായിട്ട് ഉം. വെഹിക്കിൾസ് ഉണ്ട്, ആ ഉം. വെഹിക്കിൾസ് ഇൻഷുറൻസ് എടുക്കാം. അങ്ങനെ എല്ലാ എല്ലാ ഏതെല്ലാം ഇൻഷുറൻസ് റിക്വയർമെന്റ് ഏതെല്ലാം ഏത് കസ്റ്റമർക്കുണ്ടോ ഉം. അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞങ്ങൾ അവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിനകത്ത് തന്നെ ഇപ്പൊ ഇവിടെയുണ്ടല്ലോ വേറെ കുറെ അസുഖങ്ങൾ വന്നപ്പോ ഇപ്പൊ ക്യാൻസർ കെയറിന് തന്നെ ഇവിടെ ഇൻഷുറൻസ് ഉണ്ട്. അതേപോലെ ആക്സിഡന്റ് കെയറിന് തന്നെയുണ്ട്. അത്തരത്തിലും ഉണ്ടോ നിങ്ങക്കവിടെ? ഉണ്ട്, ഉണ്ട്. ഇൺ അതായത് ഇപ്പോൾ അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പൽസറി ആണെന്ന് ഞാൻ നേരത്തെ അതെ. പറഞ്ഞതുപോലെ മെഡിക്കൽ ഇൻഷുറൻസിൽ ഉം. ഇപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഉം. ചില ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഗവൺമെന്റ് അങ്ങനെ ഒരു റൂൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് കെയർ. ആക്സിഡന്റ് റിലേറ്റഡിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് തന്നെ ഒരു സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു ഇൻഷുറൻസ് ഒരു മോട്ടോർ പോളിസി എടുക്കുന്ന സമയത്ത് ഉം. കസ്റ്റമർ അറിയാതെ തന്നെ കസ്റ്റമർ ഒരു എമൗണ്ട് ഉം. ദുബായ് ആംബുലൻസിന് പേ ചെയ്യുന്നുണ്ട്. ദുബായ് ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഉം. ഒരു ആക്സിഡന്റിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉം. തുടർ ചികിത്സ അവിടെ നിന്ന് തുടങ്ങി അതിനുശേഷം വരുന്ന കാര്യങ്ങളെല്ലാം ഇൻഷുറൻസിൽ കവർ ആവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതുപോലും ഗവൺമെന്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ചേർന്നിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതായത് ഓക്കെ. ആദ്യം ഒരു വ്യക്തിയുടെ ഉം. സേഫ്റ്റിക്ക് അത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. അത് ഉം. ഫുഡ് സേഫ്റ്റി ആണെങ്കിലും ശരി, മറ്റു കാര്യങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് കാര്യങ്ങളിലേക്കും വരുമ്പോൾ. ഉം. ഇൻഷുറൻസിലും അവർ ഏതെല്ലാം രീതിയിൽ വ്യക്തികൾക്ക് ഇനി എന്തെങ്കിലും ഭാവിയിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ റൂളുകളിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതും സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇത്രയ്ക്കും 4 ഇയേഴ്സ് ആയിട്ട് അവിടെ ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയിട്ട് അല്ലേ? അതെ, അതിൽ സ്വന്തമായിട്ടുള്ള ഫേം തുടങ്ങിയിട്ട് 4 4 ഇയേഴ്സ് വർഷമായി. ആയി. ഞങ്ങൾ 15 വർഷത്തോളമായിട്ട് ആ. ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ! ഓക്കെ. ഉം. ഓക്കെ. അപ്പം ഇതിനു മുമ്പേ അപ്പൊ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇതിനു മുമ്പും ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേം ആയിരുന്നു. ആ. അത് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു ഐടി ബേസ് ചെയ്ത് പോകുന്നതാണ്. ഐടിയും അല്ല. ആ. എന്നെ സംബന്ധിച്ച് നാട്ടിൽ പഠനമെല്ലാം കഴിഞ്ഞു. പഠനത്തിന് ശേഷമാണ് ഐടി എന്നുള്ള ഒരു അന്ന് അന്ന് കാലത്ത് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. കാരണം പ്ലസ് ടുവും പ്രീ ഡിഗ്രിയും എല്ലാം പെട്ടെന്ന് നിർത്തലാക്കി പ്ലസ് ടു തുടങ്ങുന്ന സമയം. ആ. അതായത് പ്രീ ഡിഗ്രിയോ പ്ലസ് ടുവോ ആ. ഇത് രണ്ടും കൂടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലേക്കാണ് എൻ്റെ പ്ലസ് ടു കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓക്കെ. അതിനുശേഷം കരിയർ ഡെവലപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള സമയമായിരുന്നു അത്. നമുക്കെന്നാ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങാം. ഉം. തൃശ്ശൂര് നാട്ടികയിൽ ജനിച്ചു അതെ. അല്ലേ? നാട്ടിക വലപ്പാടാണ് സ്വദേശം. ഓക്കെ. ആ. ഒരു ആം, ആ, സാധാരണ ഒരു ഫാമിലിയിൽ തന്നെ ജനനം. ആ. പിന്നെ സാധാരണ ഒരു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഉം. ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. കഴിമ്പ്രം BPM SNDP ഹയർ ഉം. സെക്കൻഡറി സ്കൂൾ. ഉം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായിട്ടുള്ള ഒരു സ്കൂളാണ്. ഓ! കാരണം ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചാൽ അറിയാൻ പറ്റും. നമ്മളുടെ എല്ലാം ജീവിത കാലഘട്ടത്തിൽ നമ്മളുടെ കരിയർ തുടങ്ങുന്ന സമയത്ത് ഉം. ഏഹ്, നമ്മൾ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അതുമല്ലെങ്കിൽ നമ്മളുടെ അച്ചടക്കം ഇതെല്ലാമാണ് ഭാവിയിൽ ഏതൊരു വ്യക്തിയെയും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ കാര്യമായിട്ട് അതെ. ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. ആ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പും വ്യക്തിബന്ധങ്ങളും എല്ലാം എല്ലാ സ്കൂളുകളിലും അതിൻ്റെതായ രീതിയിൽ കടന്നു പോകും. പക്ഷേ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതാണ് അച്ചടക്കം. ഈ അച്ചടക്കം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ ഉം. പഠിച്ച കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് അധ്യാപകർ കൂടിയിട്ട് അതൊരു തീരദേശ മേഖലയാണ്. ഉം. പല വീടുകളിലും അച്ചടക്കത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉള്ള കുട്ടികളാണ് അവിടെ പഠിക്കാൻ വരുന്നത്. ഉം. ആ ഒരു സമയത്ത് ഒരു അവിടുത്തെ മുൻ പ്രിൻസിപ്പൽ താരാനാഥൻ മാസ്റ്റർ, അതുപോലെ സേവ്യർ മാസ്റ്റർ, കിരൺ മാസ്റ്റർ അങ്ങനെ കുറച്ച് അധ്യാപകരുടെ ഒരു വ്യക്തമായ ചങ്കുറപ്പിൻ്റെ ബലമായിട്ട് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ടുവരണം എന്നുള്ള അവരുടെ വാശിയിലാണ് ഒരുപാട് കുട്ടികളുടെ ഭാവി നല്ല രീതിയിലേക്ക് പോയത്. ഓ! അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള കുറച്ച് പേരുടെ സാലറിക്ക് വേണ്ടി മാത്രമല്ലാത്തൊരു ജോലി. നമ്മൾ അങ്ങനെ ഓക്കെ. വേണം അത് പറഞ്ഞ് അങ്ങനെ വേണം അത് നല്ല ഡിഫൈൻ ചെയ്യാൻ. കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത കുറെ ടീച്ചേഴ്സ് അതെ. അല്ലേ? അത് നല്ല കുട്ടികളാകണോ വേണ്ടയോ എന്ന് ആ. ആ കുട്ടികൾക്ക് പോലും തിരിച്ചറിവില്ലാത്തൊരു കാലഘട്ടമാണ്. അതെ. ഈ കുട്ടികൾ നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അച്ചടക്കത്തോടെ പഠിക്കണം എന്ന് ഈ നിർബന്ധമായിരുന്നു. ഈ അധ്യാപകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അച്ചടക്കം പഠിച്ച ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ വേണം അതെന്തായാലും അത് പറയാൻ. കൊള്ളാം. ഓക്കെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് ഓരോ പടി വെക്കുമ്പോഴും, ഇന്ന് ബിജുവിന്റെ ഓരോ ജീവിതത്തിൽ നേട്ടങ്ങൾ വരുമ്പോഴും എല്ലാം തീർച്ചയായിട്ടും എപ്പോഴും ആ ടീച്ചേഴ്സിന് നന്ദി പറയുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും നമ്മുടെ പേരൻസിനെ പോലെ തന്നെ ഉം. അവിടുത്തെ സ്കൂളിലെ അധ്യാപകര്, ഉം. അനധ്യാപകര് എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ട
ഒരു കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതൽ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അധ്യാപക സ്ട്രെങ്ത് അവിടെയുണ്ട്. ഉം. അതിനുശേഷം ഈ അധ്യാപകരെല്ലാം റിട്ടയർഡ് ആയതിനു ശേഷം ഉം. അതേ സ്കൂളിന്റെ ചില കാഴ്ചകൾ അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഉം. ആ തിരിച്ചറിവ് അത് തീർച്ചയായിട്ടും ഏതൊരു കുട്ടികൾക്കും അവർക്ക് ഒരുപാട് പ്രചോദനമാകുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് പഴയ അധ്യാപകർ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ പല പല രീതിയിൽ അച്ചടക്കത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്, ഉം. വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ പേരൻസ് തന്നെ വലിയ രീതിയിൽ പി ടി എല്ലാം ഇടപെട്ടുകൊണ്ട് ഉം. അത് ക്ലിയർ ആക്കുന്ന രീതിയിലേക്ക് മുന്നേ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് പേരുടെ ഉം. നിശ്ചയദാർഢ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ആ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പേർക്ക് ഉം. നല്ല ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഉം. ഓക്കെ. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജു എന്ന് പറഞ്ഞ കുട്ടിക്ക് മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹം? ദുബായിലേക്ക് പോണംന്നായിരുന്നോ? ബിസിനസ്സുകാരനാവണംന്നായിരുന്നോ? എന്തായിരുന്നു ആ അല്ല, ചെറുപ്പത്തിൽ ആഗ്രഹം? ഒരിക്കലും ബിസിനസ് എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിട്ടേ എന്റെ ഇല്ല. മനസ്സിലേ ഉണ്ടായിട്ടില്ല. അച്ഛനൊക്കെ എന്താ ചെയ്യണേ? അച്ഛനെല്ലാം സാധാരണ നാട്ടിൽ തന്നെ ജോലിക്കാരനാണ്. ആ. അല്ലാതെ ചെറിയ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്തു പോരുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ ഇതിനിടയിൽ ആ. ഞാനിപ്പോൾ ചെന്നൈയിൽ പഠിക്കാൻ പോയി. ഉം. ഡിഗ്രി ഈ ചെയ്തത് ഗവൺമെന്റ് കോളേജിലാണ്. ഉം. അതായത് ഒന്നും മാനേജ്മെന്റ് കോട്ടയിലൊന്നും ഇതുവരെ ഒരു രൂപ പോലും കൊടുത്ത് സീറ്റ് വാങ്ങുന്ന രീതിയിലേക്ക് വീട്ടുകാർക്ക് അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതിന് കാരണം നമ്മൾ പഠിച്ചു വന്ന സാഹചര്യത്തിൽ ആ. ഞാൻ പറഞ്ഞ അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പഠിച്ച കാര്യം. ടീച്ചേഴ്സ് കാരണം. അതെ. അതിനുശേഷം ഡിഗ്രി കോളേജിൽ വന്നു. കോളേജിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ആ സമയത്തെല്ലാം ഏഹ്, ക്ഷുഭിത യൗവനം എന്നെല്ലാം പറയുന്ന പോലെ ആ ഉം. സമയത്ത് പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്റ്റീവ് ക്രിക്കറ്റ് ആയിരുന്നോ? അതിലെല്ലാം ആക്റ്റീവായിരുന്നു. ആഹാ. അതിൽ ആക്റ്റീവായി സെക്കൻഡ് ഇയർ കോളേജിലെ സ്റ്റുഡന്റ് എഡിറ്റർ ആയിരുന്നു. ആഹാ. ഫൈനൽ ഇയർ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അങ്ങനെ KKTM ഗവൺമെന്റ് കോളേജ് എന്നുള്ള ഒരു വലിയ കടമ്പ അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് കേരിയർ എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച വരുന്നത്. ഓഹ്! അന്നേരം പൊളിറ്റിക്സിൽ ഇത്രയും ആക്റ്റീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോണം എന്ന് ചിന്തിച്ചിട്ടേ ഇല്ലേ? ഇല്ല. അങ്ങനെ അതൊരു കോളേജ് ലൈഫുമായി അങ്ങനെ ബന്ധപ്പെട്ടിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ആശയങ്ങളുണ്ട്, ആദർശങ്ങളെല്ലാം അന്ന് ഉം. ഏഹ്, നമ്മളുടെ എന്താ പറയാ നേതാക്കന്മാരെല്ലാവരും അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപാഠികൾ ഇവരെല്ലാം ആയിട്ടുള്ള ചർച്ചകൾ, ഉം. അതിൽ നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഉം. ചില പുതിയ തിരിച്ചറിവുകൾ ഉം. ഇതെല്ലാം ഉണ്ടാക്കി തന്നത് കലാലയ ജീവിതം തന്നെയാണ്. ഉം. അപ്പോൾ അക്കൂട്ടത്തിൽ ആശയങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉം. ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. അതിപ്പോഴും പക്ഷെ ചിന്തിക്കുന്നില്ല. ഇല്ല. പക്ഷെ എന്നിരുന്നാലും അന്ന് ആ കോളേജ് ലൈഫില് മനസ്സിലാക്കിയിരുന്ന രാഷ്ട്രീയം ഇന്നും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ദുബായിൽ ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണേ പോലും ഞാൻ മനസ്സിലാക്കിയന്നിടത്തോളം ഓരോ തവണയും ഇലക്ഷന്റെ സമയത്ത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തുകയും അവിടെ തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റിസണും കൂടിയാണ്. അതെ, അതെ. അല്ലേ? അത് പറഞ്ഞു വരുമ്പോ വലിയ വലിയ തത്വങ്ങളെല്ലാം പറയേണ്ടി വരും. കാരണം ഓഹ്! ഞാനിപ്പോ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആഹ്. അപ്പോ യാത്രകൾക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുക്കുമ്പോ പലപ്പോഴും എനിക്ക് പ്രചോദനമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഹാ. ഇപ്പോ അടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ക്യൂബ സന്ദർശിക്കണം എന്നുള്ളത്. ആഹ്. ആ മ്യൂസിയത്തിന് മുന്നില് ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ഉം. സംഘടന എനിക്ക് എന്ത് തന്നു എന്നല്ല, ഉം. എനിക്ക് സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നായിരിക്കണം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന ആദർശങ്ങളേ ഉള്ളൂ ഉം. കേരളത്തിൽ. ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതെ. തെരഞ്ഞെടുപ്പില് ഇടത് ചാട്ടം, വലത് ചാട്ടം അല്ലെങ്കിൽ വേറെ ചാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ ഉം ചെറുപ്പം മുതലേ പിന്തുടരുന്ന ഒരു ആദർശം, ആ ആദർശത്തിന്റെ പുറകില് പിടിച്ചു പോകുന്ന എന്നാൽ എല്ലാ പൊളിറ്റീഷ്യൻ എല്ലാ സംഘടനകളിലെയും എല്ലാ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ട്. ഉം. പലരും പല സംഘടനകളെയും എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ എ താങ്കൾക്ക് താങ്കളുടേതായിട്ടുള്ള വ്യക്തിപരമായ പൊളിറ്റിക്സ് ഉണ്ടേനും. തീർച്ചയായും. അല്ലേ? ആദർശമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ട്. എന്നാൽ സൗഹൃദങ്ങൾ എല്ലാ എല്ലാരും സംഘടനയിലും നല്ല രീതിയിലായിട്ട് എല്ലാവരുമായിട്ടും തന്നെ നല്ല പോകുന്നു. രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങൾ അത് വേറെ. അത് വേറെ, അല്ലേ? അത് വേറെ. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതെ, തീർച്ചയായും. ശരി. ഇനി നമുക്ക് മുടക്കണ്ട. ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയ അവിടം വരെയാണ് നമ്മൾ എത്തി അതെ. നിൽക്കുന്നത്. യെസ്. ചെന്നൈയിൽ നിന്ന് 1 വർഷം അവിടെ വിപ്രോയിലായിരുന്നു. ഓഹ്! അവിടെ എന്താ പഠിക്കാൻ പോയേ? അവിടെ ഐടി. ഐടി. ഐടിയുടെ ഒരു ഐടി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പഠിച്ചത്. ഉം. ഐടി എക്സൽ അക്കാദമിയിലായിരുന്നു. അതിനുശേഷം ചെന്നൈയിലേക്ക് അവിടെ തന്നെ ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിലേക്ക് ചെന്നൈയിലേക്ക് വിട്ടതാണ്. ഒപ്പം എനിക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടി. ഉം. അതിനുശേഷമാണ് ആസ് യൂഷ്വൽ അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും പഠിച്ച് യുഎഇയിലേക്ക് കയറാം. അവിടെ ഉം. പോയിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ നേടാം.
അതിനനുസരിച്ച് അന്ന് അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാനുള്ള ഉം, ശേഷിയുള്ള പേരൻസ് ഒക്കെ വളരെ കുറവാണ്. കേരളത്തിൽ വളരെ ചുരുക്കം ചില ഫാമിലികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഉം. മക്കളെടുക്ക് എന്ത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും കഴിവുള്ള രക്ഷിതാക്കളൊന്നും ആയിരുന്നില്ല. അത് ഇപ്പോൾ ഈ അടുത്തൊക്കെയാണ് കുറച്ചും കൂടിയും അതെ. സോഷ്യൽ മീഡിയ ഉം, അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ മീഡിയയുടെ ഒക്കെ വരവോട് കൂടിയിട്ട് ഉം, നമുക്കറിയാൻ പറ്റും. നമ്മളുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എനിക്കെന്ത് പഠിക്കണം, ഉം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരിയർ ഡെവലപ്മെന്റ് കോഴ്സുകൾ, ഉം. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥകൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാട് നോക്കിക്കൊണ്ട് എന്ത് അവരുടെ ചൂസ് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം എന്നുള്ള അതെ. ഒരു വലിയ ഒരു ചോദ്യമുണ്ട്. അതെ. ആ ചോദ്യത്തിന് ഉത്തരം അന്ന് കാലത്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ. പക്ഷെ അന്നപ്പം അച്ഛനോ അമ്മയ്ക്കോ സ്വന്തം മകനെ ഇങ്ങനെ ദുബായിലേക്ക് വിടണം എന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. ബിജുവിനും അത്തരത്തിലുള്ളൊരു സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വിപ്രോ പോലത്തെ നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന താങ്കൾ അവിടെ നിന്നും പിന്നെ ദുബായിലേക്ക് പിന്നെ എന്തിനു പോയി? അല്ല, അന്നത്തെ കാലത്തെ ഒരു കൾച്ചർ അതാണ്. കാരണം എവിടെയാണെങ്കിലും അന്നത്തെ സാലറി ബേസ് നോക്കുമ്പോൾ യുഎഇയിൽ സാലറി കൂടുതലാണ്. ഓക്കെ. അതുപോലെ അന്ന് ഈ ഐടിക്ക് സത്യത്തിൽ ദുബായിൽ സാധ്യത വളരെ കുറവായിരുന്നു. അതെ. ഉം. ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ. അതെ. പക്ഷെ പുറമെ ഇത് തിരിച്ചറിയാനുള്ള കഴിവ് പലർക്കില്ല. അപ്പോൾ ഓക്കെ. യുഎഇയിലേക്ക് ആ കാലത്ത് ഉം. എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ പഠിച്ച് അതുകൊണ്ടാണ് ഈ ഐടിഐ പോലുള്ള അല്ലെങ്കിൽ പോളിടെക്നിക് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പഠിച്ച കുട്ടികൾക്കാണ് കൂടുതലും ദുബായ് അല്ലെങ്കിൽ യുഎഇ പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ഉം. അപ്പോൾ ഇത്തരത്തിലുള്ളവർ പോകുന്നു. അവിടെ ആ സമയത്ത് വലിയൊരു ഡെവലപ്മെന്റ് നടക്കുന്ന സമയം. ഉം. യുഎഇനെ സംബന്ധിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സിവിൽ എഞ്ചിനീയേഴ്സിനെല്ലാം ഒരുപാട് പ്രാധാന്യമുള്ള സമയം. അപ്പോൾ ഇതുപോലെ എല്ലാവരും പോകുന്നു. ആ കൂട്ടത്തിൽ ഇവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഓക്കെ. അത് അപ്പൊ എല്ലാരും പോകുന്നു നമുക്കൊന്ന് പോവാം അതെ, എന്നുള്ള ഒരു പ്രായത്തിൽ അങ്ങനെ തോന്നി. അതെ. അങ്ങനെ പോയതാണ്. അങ്ങനെ അവിടെ എത്തിപ്പെടാൻ അന്ന് സാഹചര്യങ്ങൾ എളുപ്പമാണ്. ആ. കാരണം നമുക്ക് വിസിറ്റ് വിസയ്ക്ക് അവിടെ എളുപ്പത്തിൽ പോവാം. ആ. അല്ലെങ്കിൽ അവിടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ആ. കാരണം വലിയൊരു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് എൻ്റെ മേഖല നാട്ടിക പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതൊരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും പ്രവാസിയായിട്ട് മിനിമം ഉള്ളൊരു ഏരിയയാണ്. ഓക്കെ. അതിപ്പോ കുറെ പേരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. എങ്കിലും ഉം. ഏതൊരു വീടെടുത്താലും ഉണ്ടാവും. ഒരാളെങ്കിലും ഒരിക്കലെങ്കിലും പുറത്തേക്കുണ്ടാവും. പ്രവാസിയായിട്ട് പോയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഉം. അവിടെ ഇതൊരു സാധാരണ ഒരു കാര്യമാണ്. ഉം. അതുപോലെ തന്നെ ഇതൊരു സാധാരണക്കാരെയും പോലെ 5000-ഓളം രൂപ ആണ് എൻ്റെ കയ്യിൽ ഞാൻ ദുബായിലേക്ക് പോകുന്ന സമയത്തുള്ളത്. ഉം. അപ്പോൾ അന്ന് വളരെ ചെറിയ 400 ദിർഹംസോ എന്തോ ആണ് അന്ന് എനിക്ക് കിട്ടിയത്. പക്ഷെ അന്ന് ഇവിടുന്ന് അങ്ങനെ ഫ്ലൈറ്റ് കേറുമ്പഴും അവിടെ ജോലി കൺഫേംഡ് ആയിട്ടല്ലേ ഇവിടുന്ന് പോണത്? അല്ല, വിസിറ്റ് ജോലി വിസ കാണും. അന്വേഷിക്കാനായിട്ട് പോയതായിരുന്നു. അതെ. ഓക്കെ. അന്ന് അപ്പൊ എല്ലാവരും ഇവിടുത്തെ ഉണ്ടായിരുന്ന വിപ്രോയിലെ ജോലി വിട്ടിട്ട് ദുബായ്ക്കാരനാവാൻ വേണ്ടിട്ട് ദുബായിലേക്ക് അന്ന് വണ്ടി കേറിയതാണ്. അതെ. ഓക്കെ. പക്ഷെ ആ ഒരു ലൈഫ് ദുബായില് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെന്ന ഉടനെ തന്നെ ഷെയറിംഗ് ഒക്കെ ആയിരിക്കാം. ബെഡ് സ്പേസും കാര്യങ്ങളും. അപ്പം ഇങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പോരുന്ന ബിജുവിനെ സംബന്ധിച്ചും ആ ഒരു ഇവിടുന്ന് ദുബായ് എന്നൊക്കെ പറയുമ്പോ കണ്ടിരുന്നതായിരുന്നോ? അവിടെ ചെന്ന് കണ്ടപ്പോ നേരിട്ട് ദുബായ് അങ്ങനെ തന്നെയായിരുന്നോ? അല്ല. ആ ഒരു ജീവിതം എല്ലാം? അവിടുന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ജീവിതത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടുന്ന് തന്നെ തുടങ്ങണം. കാരണം എൻ്റെ നാട്ടിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്തത്. ഉം. അവരുടെ കൂടെ തന്നെയായിരുന്നു താമസം. ഉം. അതിൽ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. പിന്നെ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഷിനിലുണ്ട്. ഉം. ഇവരെല്ലാം കൂടിയിട്ടാണ് അതിൽ ഷിനിലാണ് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. ഓക്കെ. അപ്പോൾ അവരുടെ കൂടെ തന്നെ താമസിച്ചു. ഉം. ഏഹ് അവരുടെ റൂമിൽ താമസിച്ച് ജോലി കണ്ടെത്തുന്നു. അന്നത്തെ ഏതൊരാൾക്കും ഉള്ള പോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. ജോബ് കണ്ടെത്താനുള്ള അവസ്ഥയിലുണ്ടാവുക. ഉം. പിന്നെ സാമ്പത്തികം വലിയൊരു പ്രശ്നമായിരുന്നു. അതെ. അന്ന് അതെല്ലാം ആർക്കും എല്ലാവരും ചെറിയ ചെറിയ ജോലിയായിട്ട് നിൽക്കുന്നവരാ. ഉം. അറിയാലോ, യുഎഇയിൽ ആരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സമയമൊന്നല്ല. ഉം. അപ്പോൾ ആ സമയത്ത് ഒരു ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ ആ കണ്ടെത്തിയ ജോലിയിൽ തുടരുക, അതെല്ലാം വലിയ ടാസ്ക് ആയിട്ടുള്ള സമയമാണ്. എങ്കിലും ഏഹ്, ആദ്യത്തെ പിടിച്ചു നിന്നു. കമ്പനിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ കമ്പനിയിൽ പെട്ടെന്ന് ഇറങ്ങേണ്ട വന്നു. ആഹാ. അതൊരു 6 മാസത്തെ, അന്ന് കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തെ ഒരു ബാൻ ഉണ്ട്. നമുക്ക് 6 മാസം നമുക്ക് പുതിയ വിസ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഓക്കെ. അവിടെയും തോൽക്കാതെ സാമ്പത്തികത്തിന്റെ വലിയ പ്രശ്നം ഉണ്ടായിട്ടും പലരുടെ സഹായത്തോടെ എന്നെ 6 മാസം 2 വിസിറ്റ് വിസ റിന്യൂ ചെയ്തുകൊണ്ട് അവിടെ പിടിച്ചു നിന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ജോലി കിട്ടി. ആ കമ്പനിയും സപ്പോർട്ട് ചെയ്തു. ഉം. ആ കമ്പനിയിൽ അതൊരു ചെറിയ കമ്പനിയാണ്. അത് ഉം. കൂടുതലും ഈ ഇന്റർനെറ്റ് കഫേകളെല്ലാം സജീവമായിട്ടുള്ള കാലഘട്ടമാണ്. ഉം. അപ്പോൾ ദുബായിലെ ബർദുബായ് ഏരിയയിൽ ഒരു ഇന്റർനെറ്റ് കഫേ ശൃംഖലയാണത്. ഉം. 12, 13ഓളം ഇന്റർനെറ്റ് കഫേ. അതുപോലെ അന്ന് കാലത്ത് ഈ കോളിംഗ് വലിയൊരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഉം. നാട്ടിലേക്ക് ഫോൺ ചെയ്യാനുള്ള ഉം. ചാർജ് ഉള്ളതുകൊണ്ട് അപ്പോൾ കോളിംഗ് ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു. ഒരു ചൈനീസ് കമ്പനിയായിരുന്നു. അവരുടെ ഓക്കെ. കൂടെ 3 വർഷം ഉം. വർക്ക് ചെയ്തു. അതായിരുന്നു കരിയറിന്റെ തുടക്കം.
അപ്പൊ ഈ നമ്മൾ ഇവിടുന്ന് കാണുന്ന ദുബായ് അല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മള് എന്താ പറയാ ടൂറ് പോകുമ്പോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കറങ്ങാൻ പോകുന്ന കാണുന്ന പോലത്തെ ദുബായ് അല്ല. അവിടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പം അല്ലേ? അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് പോയതെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പോ ഇവിടെ നിന്നും ആ ഒരു പ്രായത്തിൽ ഇവിടെ നിന്നും അപ്പം നമ്മുടെ വീട്ടിലെ റൂമും കാര്യങ്ങളും ആ ഒരു സ്പേസിലേക്ക് ജീവിച്ച് വളർന്ന ഒരു വ്യക്തി അവിടെ ചെന്ന് ഇത്തരത്തിലുള്ള ബെഡ് സ്പേസും ഷെയറിംഗിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും എപ്പോഴെങ്കിലും മനസ്സ് മടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് തോന്നിയിരുന്നോ? അത് അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ എടുത്തു പറയേണ്ടത് ചെന്നൈ ലൈഫ്. മിസ് ചെന്നൈ ചെയ്തിരുന്നു. ലൈഫ് മിസ് ചെയ്യല്ല. ചെന്നൈ ലൈഫില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിലും ബുദ്ധിമുട്ടുകള് അനുഭവിച്ചിട്ടുണ്ട്. ആണോ? ചെന്നൈ ലൈഫില് എന്നെ സംബന്ധിച്ച്. കാരണം അതൊരു വലിയ പാടായിരുന്നു എനിക്ക്. ചെന്നൈ ലൈഫില് സത്യത്തിൽ താമസിക്കാനുള്ള വലിയ വീടുണ്ട്. ആ, കിടക്കാൻ ബെഡ് സ്പേസ് ഒന്നല്ല. അല്ലാതെ തന്നെ ആ. ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തില് വലിയ ബുദ്ധിമുട്ടുകള് നമുക്ക് അതായത് എവിടെയെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകള് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ഭക്ഷണത്തിന്റെ കാര്യത്തില് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെന്നൈയിലെ ഭക്ഷണം എനിക്ക് തീരെ സെറ്റ് ആയില്ല. പറ്റാത്ത ഉം, ഉം. ഭക്ഷണമായിരുന്നു. ഏഹ് വലിയ രീതിയിൽ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വലിയ രീതിയിൽ വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ് യുഎഇയിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓക്കെ നമുക്ക് വലിയ ആയിരുന്നു. ബുദ്ധിമുട്ടില്ല. ഉം, പക്ഷെ താമസം ഉം. തീർച്ചയായിട്ടും അത് നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അത് നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെല്ലാവരും മനുഷ്യരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഉം. പിന്നെ എന്നെ സംബന്ധിച്ച് എത്ര പേര് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 3 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ് ഹാഫ് ഡേ ലീവ്. ലീവ് ഇല്ലാത്തൊരു ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. 3 വർഷം ആ. അത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 10ഓ 15ഓ 3 വർഷത്തിനുള്ളിൽ 15 ഹാഫ് ഡേ ലീവുകളായിരിക്കും അല്ലെങ്കിൽ ഒരു 20 ഹാഫ് ഡേ ലീവുകളായിരിക്കും നമുക്ക് ആകെ കിട്ടുക. ആകെ കിട്ടിയിട്ടുള്ളത്. ഈ ഹാഫ് ഡേ ലീവ് എന്ന് പറഞ്ഞാൽ ലീവുള്ള ദിവസം മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യണം. ഉം. മോർണിംഗ് ഷിഫ്റ്റ് ചെയ്ത് 1 മണി വരെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് അന്ന് ലീവ് ഹാഫ് ഡേ എടുക്കാൻ. ലീവ് എടുക്കാൻ. അത് നെക്സ്റ്റ് ഡേ വീണ്ടും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് നമ്മൾ കയറുകയും വേണം. അങ്ങനെയാണ്. അല്ലാതെ ഫുൾ ഡേ ലീവ് അല്ല. ഉം, ഉം, അതായത് ഒരു ദിവസം ഹാഫ് ഡേ, നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരാനുള്ള ഒരു സൗകര്യം ഉം, അത്രേ ഉള്ളൂ. ഉം. ശരിക്കും ഹാഫ് ഡേ ലീവ്. അങ്ങനെ വേണം ഇത് കാണാൻ. അപ്പൊ ഓക്കെ. അത്തരത്തിലുള്ളൊരു കമ്പനിയിൽ കാരണം അവിടെ അതാണ് അവിടുത്തെ കൾച്ചർ. ഉം. അങ്ങനെയുള്ള കമ്പനിയിൽ നിന്ന് പോയി ഇൻഷുറൻസ് ഫേമിലേക്ക് മാറാൻ തന്നെ കാരണം ഈ ലീവ് എന്നുള്ളൊരു ഇഷ്യൂ കൺസെപ്റ്റ് കൊണ്ടാണ്. കാരണമാണോ? പക്ഷെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ദുബായിൽ ഫേസ് ചെയ്തപ്പോഴും എന്തുകൊണ്ടായിരിക്കണം അവിടെ തന്നെ പിടിച്ച് നിക്കണം? തോറ്റു കൊടുക്കാൻ മനസ്സില്ല. എനിക്ക് ഈ നാട്ടിൽ തന്നെ നിന്ന് ജയിക്കണം എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് തോന്നിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്തായിരിക്കും ഒരു കാരണം? കാരണം അത് അനുഭവങ്ങൾ തന്നെയാണ്. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതിനുള്ള സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ ഇല്ലാത്തോണ്ട്. നിന്നാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതൊന്നും നമുക്കന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഉം. അന്ന് എങ്ങനെയെങ്കിലും യുഎഇയിൽ നിന്ന് കുറച്ച് പൈസ സാമ്പത്തിക ഉണ്ടാക്കണം. ബേസ് ഉണ്ടാക്കുക ഉണ്ടാക്കണം. എന്നുള്ളതാണ്. എന്നാൽ അതിൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളായിരുന്നു. ഉം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 3 വർഷം വർക്ക് ചെയ്ത ഒരു ചൈനീസ് സ്ഥാപനത്തിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമിൽ എനിക്ക് അപ്പോയിൻറ്മെൻറ്റ് കിട്ടുമ്പോൾ എനിക്ക് പഴയ കമ്പനിയിലേക്കാൾ സാലറി വളരെ കുറഞ്ഞൊരു സാലറിയിലാണ് ഞാൻ അവിടെ കയറിയത്. ഓഹ്! പക്ഷേ ആ തീരുമാനം ശരിയായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ ഫീൽഡ് ഓക്കെ. അത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ വളരാൻ പറ്റിയൊരു ഫീൽഡ്. ഉം. അതിന് ഒരുപാട് ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻഡസ്ട്രിയാണ് യുഎനെ സംബന്ധിച്ച്. അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒരു വലിയ മത്സരബുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റൊരു ചെറിയൊരു ഓഫീസിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെയൊന്നുമല്ല. അതിൻ്റെ അകത്ത് കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു മേഖലയാണ്. ആ മേഖലയിലേക്ക് കയറുമ്പോൾ അവിടെ ആ ഒരു സ്പിരിറ്റോട് കൂടി കയറി ചെല്ലുന്ന ഏതൊരാൾക്കും അത് പറ്റും. കാരണം ജനങ്ങളുമായിട്ട് അടുത്തിടപഴകി അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ സംഘടനയാണ്. പഴയ വിദ്യാർത്ഥി സംഘടനയാണ്. ഉഹും. കാരണം സാധാരണ പ്ലസ് ടു വരെ പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള സാധാരണ ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഉം. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ ഒരു സംഘടനാ രീതി, അത് ഒരു സംഘടനാ സിസ്റ്റം, ഒരുപാട് വിദ്യാർത്ഥികളെ ഒരുമിച്ച് ഒത്തിണക്കി കൊണ്ടുപോവുക, കോളേജിലെ മാഗസിൻ ഇറക്കുക, അല്ലെങ്കിൽ കോളേജ് യൂണിയനിലെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുക. ഇതെല്ലാം വലിയ ഒരു വിദ്യാർത്ഥി ഒരു 20 വയസ്സുകാരൻ അല്ലെങ്കിൽ 21 വയസ്സുകാരനൊക്കെ ചെയ്യുന്ന ഒരു വലിയ ടാസ്കുകളാണ് അവരെ സംബന്ധിച്ചോളം. വീട്ടിൽ സാധാരണ ഒരു വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി വന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രാധാന്യം കിട്ടാണ്. അപ്പം ഉം. അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതുകൊണ്ട് അത് നമ്മളുടെ ഭാവിയിൽ ഈ ഇൻഷുറൻസ് സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ കാരണം ഇതിനെക്കാട്ടിലും നമുക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കാട്ടിലും ബെറ്റർ പേയ്മെന്റ് നോക്കിയിട്ടാണല്ലോ ആൾക്കാര് സ്വിച്ച് ചെയ്യുന്നുണ്ടാവുക ഉം, വേറൊരു കമ്പനിയിലേക്ക്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അവിടെ അന്ന് ബിജു
കിട്ടുന്ന സാലറിയെക്കാട്ടിലും കുറഞ്ഞൊരു സാലറിയുള്ള ഒരു കമ്പനിയിലേക്ക്, അതും ഇത്രയും നാളുകളായിട്ട് ഐടിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പ്രൊഫഷൻ എല്ലാം മാറി വേറെ തന്നെ ഒരു സെക്ടറിലേക്കും ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ കാരണം എന്തായിരുന്നു? അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല ബിസിനസ്സുകളിലും മാറ്റം വരും. ഓക്കെ. അതുപോലത്തെ ഒരു ബിസിനസ്സായിരുന്നു ഞങ്ങളുടെ. ഉം. അതായത് പ്രധാനപ്പെട്ടതും ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് ആ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് കാലത്ത് ഫോണില് നെറ്റ് അതുപോലുള്ള സൗകര്യങ്ങളൊന്നും പലർക്കും ഇല്ല. ഉം. ഏതൊരു വിസിറ്റ് വിസക്കാരനും വന്നു കഴിഞ്ഞാല് ആശ്രയിക്കാനുള്ള ഏക വഴി ഈ ഇന്റർനെറ്റ് കഫേകളൊക്കെ ആയിരുന്നു. ഓക്കെ. കാലഘട്ടം മാറി. ആ. കാലഘട്ടത്തിന് ശേഷം ഫോണില് തന്നെ നമുക്ക് ഇന്റർനാഷണൽ കോൾ വിളിക്കാനുള്ള ഓപ്ഷൻസ് വന്നു തുടങ്ങി. ഉം. ഇന്റർനെറ്റ് സേവനം നമ്മളുടെ സ്വന്തമായിട്ടുള്ള വീടുകളിൽ ഹോം കണക്ഷനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കണക്ഷൻസ് വന്നപ്പോൾ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കാത്ത അത് മുൻകൂട്ടി കാണാൻ നമുക്ക് പറ്റിയതുകൊണ്ട് ഇതിലൊരു ഓക്കെ. കേരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനില്ല. കാരണം ഇതിന്റെ മാക്സിമം ഇത്രയേ ഉള്ളൂ. ആ സ്ഥാപനത്തിൽ നമുക്ക് ഉയർച്ചയില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഉം. ഇൻഷുറൻസ് പോലുള്ള ഒരു മേഖലയിൽ സാലറി കുറഞ്ഞാലും, കാരണം എന്നെ സംബന്ധിച്ച് അത് എനിക്കറിയാത്ത ഫീൽഡാണ്. അവിടെ ഓക്കെ. ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഏഹ്, വലിയൊരു സാലറി പക്ഷെ കൊടുക്കാനും വീണ്ടും പറ്റില്ല. ഒരു ചാലഞ്ചിൽ നിന്ന് മറ്റൊരു ചാലഞ്ച് തന്നെ എടുക്കാൻ മനസ്സ് തയ്യാറായിരുന്നു. തീർച്ചയായിട്ടും. ആ ഒരു ഡിസിഷൻ ഞാനിപ്പോഴും പറയുന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ്. അതിന് ഓക്കെ. കാരണക്കാരൻ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. ഈ പഴയ എയ്മി ഷ ഗ്രൂപ്പ് ആ. എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു സുഹൃത്തിനെ എനിക്ക് കിട്ടി. ഉം. ചേലക്കര സജീഷ് ജോണി. സജീഷ് ജോണിയുടെ കെയർ ഓഫിൽ സജീഷ് ജോണിക്കാണ് ഫസ്റ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഴയ സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെടുന്നത്. ഉം. സജീഷ് ജോണി പുതിയ ജോലി ഈ ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമിൽ സജീഷ് ജോണിക്ക് ജോലി കിട്ടുന്നു. അപ്പോ അവിടേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ എനിക്ക് കൂട്ടുകാരൻ പോയ വഴിക്ക് കൂട്ടുകാരൻ ഉണ്ടല്ലോ എന്നുള്ള അതെ. ധൈര്യത്തില് ചെറിയ പിന്നെ സാലറി പോയി. ആണെങ്കിലും ഒരു അങ്ങനെ ദിവസം പോയി. ലീവ് ഉണ്ട്. ഒരു ഉം. ഫുൾ ഡേ ലീവ് ഉണ്ട് അവിടെ. അന്ന് അതായിരിക്കാം വെള്ളിയാഴ്ചകളിൽ ലീവ്. ഒരുപക്ഷെ അട്രാക്ട് അതെ. ചെയ്തിട്ടുണ്ടാവുക. അതും വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു. ആ. ജീവിതത്തിൽ 3 വർഷത്തോളം ലീവ് ഇല്ലാതെ വർക്ക് ചെയ്യുക, വർക്ക് അല്ലെങ്കിൽ ചെയ്ത്. വളരെ ചെറിയ ഹാഫ് ഡേ ലീവിൽ വർക്ക് ചെയ്ത് പോകുന്ന ഒരാൾക്ക് യുഎഇയിൽ എല്ലാ ഫ്രണ്ട്സും വീക്കെൻഡുകളിൽ പല സ്ഥലങ്ങളിൽ പോകുന്നു. ഉം. അവരെല്ലാം എൻജോയ് ചെയ്യുന്നു. ആ. അവര് സോഷ്യൽ മീഡിയയിൽ നമുക്കന്ന് അന്ന് ഓർക്കുട്ട് അതുപോലെ അതെ. എല്ലാം ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ആ. അല്ലെങ്കിൽ ഫേസ്ബുക്ക്. അപ്പോൾ ഇതില് ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ യുഎഇയിൽ ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഉം. എന്നാൽ എനിക്ക് ഫിക്സഡ് സാലറി ആയിരുന്നു. പിന്നെ കമ്പനി അക്കോമഡേഷൻ ആയിരുന്നു. അങ്ങനെ ഉം. ഫെസിലിറ്റീസ് കൂടുതലായിരുന്നു. ഉം. ഇവിടെ വരുമ്പോൾ എനിക്ക് കമ്പനിയുടെ അക്കോമഡേഷൻ ഇല്ല. ആ. അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റികൾ കുറവ്. കുറവ്. അപ്പോൾ വീണ്ടും ഞാൻ ചെന്നപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ 10ഉം 12ഉം പേര് താമസിക്കുന്ന റൂമിലേക്കാണ്. ഉം. കുറച്ച് കാലമാണ്. അതിനുശേഷം പിന്നെ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് കൂടെ എല്ലാവരും കൂടെ ഒരു റൂം സ്വന്തമായിട്ട് എടുക്കുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ ലൈഫിനെ കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തിരിച്ച് വരവുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു ഉണ്ടായിട്ടില്ല. കഴിഞ്ഞാല് നല്ല രീതിയില് ഉം. ഉള്ള ജീവിതശൈലി തന്നെയായിരുന്നു. ഉം. അവിടെ നിന്നുമുള്ള ആ ഒരു പിന്നീട് അങ്ങോട്ട് ഇൻഷുറൻസിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ചു, മനസ്സിലാക്കി. അവിടെ നിന്നുമുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് പിന്നെ സ്വന്തമായിട്ട് സെക്യൂർ മീ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അല്ലേ? അതെ. സെക്യൂർ മീ എന്ന ഇൻഷുറൻസ് ഒരു പ്ലാറ്റ്ഫോമാണ്. ഉം. അതൊരു ബ്രോക്കിംഗ് ഫേമിന്റെ കീഴിലുള്ള ഉം. ഒരു പ്ലാറ്റ്ഫോമാണ്. ഉം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേണ്ട എക്സ്പീരിയൻസ് തന്നത് നമ്മളുടെ 10 വർഷത്തെ ജീവിത ഉം. പാഠങ്ങളാണ്. ഏതൊരു കമ്പനിയിലും 10 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതെ. അതിന്റെ ഏത് രീതിയിലാണ് വർക്ക് കൊണ്ടുപോകേണ്ടത്, ഉം. അണ്ടർറൈറ്റേഴ്സിന്റെ സ്റ്റൈൽ ഓഫ് വർക്ക്, ഉം. അതുപോലെ എല്ലാം നമ്മൾ കണ്ടുപഠിക്കുന്നുണ്ട്. ഉം. ഇതെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് ഇപ്പോൾ എൻ്റെ പുതിയ കമ്പനിയിൽ ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും അത് ഒരു ബാക്ക് ഓഫീസായിട്ട് പുതിയ ഓഫീസ് കൂടെ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ അടുത്ത വരുന്ന മാസം ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആഹാ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഐഡിയകൾ കിട്ടിയത്, ഇതിനെല്ലാത്തിനും ഞങ്ങൾക്ക് സഹായകരമായിട്ടുള്ളതെല്ലാം 10 വർഷത്തെ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ. ഇതിനിടയിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് മുമ്പേ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചെന്നൈയിൽ തന്നെ മാസം കറക്റ്റായിട്ട് സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കറക്റ്റായിട്ട് മാസ വരുമാനം കിട്ടി ആ ഒരു സാലറിയിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ദുബായിലേക്ക് പോകുന്നു. പിന്നെയും അവിടെയും സാലറിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ലൈഫിൽ വലിയൊരു ഡിസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു ഓൺട്രപ്രനർ ആയിട്ട്, ഒരു ബിസിനസ്സുകാരനായിട്ട് വരുമ്പം ഇന്നിപ്പോൾ സെക്യൂർ മീയിൽ 30+ ആൾക്കാർക്ക് സാലറി കൊടുക്കുന്ന ഒരു വ്യക്തിയിലേക്ക് താങ്കൾ സ്വിച്ച് ചെയ്തിരിക്കുന്നു. പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ചില സമയത്ത് നല്ല രീതിയിൽ അത് ഹൈയിലേക്ക് പോവും, അപ്പ് ചെയ്യും. ചില സമയത്ത് അതേപോലെ തന്നെ ഡൗൺ ആവുന്നു. അതാണ് ബിസിനസിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ട് മാസം നമുക്ക് മഴയാണേലും വെയിലാണേലും യുദ്ധമുണ്ടേലും ഇല്ലേലും എന്നൊക്കെ പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ടായിരുന്നു ഒരു സമയത്ത്. അത്രയും സെക്യൂർഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബിസിനസ്സിനകത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പം ഒരുപാട് താങ്കൾ വീണ്ടും വേറൊരു ടൈപ്പ് ഓഫ് ചാലഞ്ച് ലൈഫിൽ എടുത്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അത് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തുടങ്ങിയ ഒരു ഫേമാണെന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ സപ്പോർട്ടും. അപ്പൊ കാരണം സ്വന്തമായിട്ട് ഇത്രയും നാളും
ഉം, ജോലി ചെയ്തുണ്ടാക്കിയ പൈസക്കാണോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? അതെ. ഞങ്ങൾ വളരെ ചെറിയ രീതിയില് ഞാൻ പറഞ്ഞു ഇത് സെക്യൂർ മീ എന്നുള്ള പ്ലാറ്റ്ഫോം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഉം. കാരണം പഴയ കമ്പനിയിൽ നിന്നുള്ള പടിയിറക്കം, അതിനുശേഷമുണ്ടായ ആഹ്, കുറച്ച് ക്രൂഷ്യൽ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഒരു സ്ഥാപനം നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോ ഏറ്റവും അടുത്ത് നമ്മള് കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച ചില ഫ്രണ്ട്സുകൾ പോലും ആ കൂടെ സമയത്ത് ഉണ്ടാവത്തില്ല. ഉണ്ടാവില്ല. അല്ല അവരെ സംബന്ധിച്ച് അവർക്കും ട്രസ്റ്റ് ഇല്ല. അവരുടേതായിട്ടുള്ള കാരണം ഇതൊരു വലിയ ബിസിനസ് ഫാമിലിന്ന് വരുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ആ. സാധാരണ അവരെ പോലെ തന്നെ ഒരാള് തുടങ്ങുന്ന ഫാമിലിക്കൊന്നും അവര് കൂടെ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് അതെ. തന്നെ ഞാൻ ആദ്യം ചെയ്ത കാര്യം ഞാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത ഒരാളെയും നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഉം. ആദ്യം ചെയ്തത് എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു ഇത് ഉം. ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഉം. അതുകൊണ്ട് തന്നെ ആർക്കും കാരണം ഇതൊരു റിസ്ക് ആണ്. ഉം. ഇത് ചിലപ്പോ എങ്ങനെ അറിയാം. വേണമെങ്കിലും അറിയാം. അവസാനിക്കാം. ഇത് ഉം. സക്സസ് സ്റ്റോറീസ് മാത്രം കേൾക്കുന്നവർക്ക് അത് പെട്ടെന്ന് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. കഴിഞ്ഞ 3 വർഷത്തോളം നമ്മളുടെ ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് കമ്പനി നല്ലൊരു സക്സസിലേക്ക് പോയത്. ഇപ്പോ ആണെങ്കിൽ പോലും ഇപ്പോൾ 2026 ആദ്യത്തെ 3 മാസത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2025ന്റെ ഒരു ഹാഫ് ഓഫ് ദ ആഹ്, ആഹ്, ടാർഗറ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുപോലുള്ള വലിയൊരു അച്ചീവ്മെന്റിലേക്കാണ് ഈ വർഷവും പോകുന്നത്. അതിനിടയിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ യുഎഇനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. വരുന്നുണ്ട്. ഉം. അത് എത്രത്തോളം ബിസിനസ്സുകളെ ബാധിക്കും എന്ന് ഉള്ളൊരു ടെൻഷനുള്ള സമയത്താണ് യുഎഇ ഗവൺമെന്റ് പെട്ടെന്ന് വന്നിട്ട് ഉം. നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. യുഎഇ സേഫ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യുഎഇ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഉം. എന്നുള്ള കാര്യങ്ങളിലേക്ക് അവർ വരുന്നത്. ആ ഉം. ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഡ് ന്യൂസ് തന്നെയുള്ളത്. ഞാനത് ഇൻട്രോയിൽ പറയുകയും ചെയ്തു. ദുബായിൽ ഇത്രയും നല്ല സക്സസ്ഫുൾ ആയിട്ട് സെക്യൂർ മീ 30 പ്ലസ് എംപ്ലോയീസിനെയും വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഒരു വിങ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ തൃശ്ശൂരും അതിന്റെ ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ അതിന്റെ പിന്നിലുള്ള രഹസ്യമായിക്കോട്ടെ അതെന്തുകൊണ്ടാണ് ഇവിടെയും അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച എന്തുകൊണ്ടായിരുന്നു? കാരണം ഞാൻ ബാക്ക് ഓഫീസ് എനിക്ക് മുന്നേ ഉണ്ട്. ഉം. 2 വർഷം 3 വർഷത്തോളമായിട്ട് എനിക്ക് കേരളത്തിൽ തന്നെ ബാക്ക് ഓഫീസ് ഉണ്ട്. പക്ഷേ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ പക്ഷെ നാട്ടില് ഇപ്പൊ ഒഫീഷ്യലി ആയിട്ട് അതെ. ഇപ്പോഴാണത്. അല്ല ആ. ഉണ്ട്. അതുണ്ട്. ആ. പക്ഷെ ഞാൻ നാട്ടില് എന്റെ സ്വന്തം നാട്ടില് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സങ്കല്പം എന്നുള്ള രീതിയിലാണ് ആഹാ. ഇത് ഞാൻ 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ ഞാൻ ആലോചിച്ചത്. ആ. അപ്പൊ ഞാനിപ്പോ അവിടെ ഒരു ചെറിയ പ്രൊജക്റ്റ് എന്റെ സ്വന്തമായിട്ടുണ്ട്. ഉം. അപ്പോൾ ആ പ്രൊജക്റ്റിനോട് ചേർത്തിട്ട് തന്നെ ഒരു ഓഫീസ് ഉം. നമ്മൾ ചെയ്യണം. അതിൽ കുറച്ച് പേർക്ക് നാട്ടുകാരായ കുറച്ച് പേർക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാം. ആ. ഒരു ബാക്ക് ഓഫീസ് എന്ന് പേരിട്ടെങ്കിലും അത് ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ എനിക്ക് അതിനനുസരിച്ച് യുഎഇയിലേക്ക് കൊണ്ടുപോകാം. ഓക്കേ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ നാട്ടുകാരായ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ യുഎഇയിൽ എൻ്റെ സ്ഥാപനത്തിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ! അപ്പൊ നാട്ടുകാരെയാണോ ഫുൾ അങ്ങോട്ട് കൊണ്ടുപോണത്? അല്ല കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് ഉണ്ടോ? തീർച്ചയായിട്ടും അതുണ്ട്. ഓക്കേ. അതെന്നോട് അപ്പൊ പലരും ചോദിച്ച ചോദ്യം. നാട്ടുകാരുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദുബായില് സെക്യൂർ മീലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ല നാട്ടുകാർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്. ഉം. അത് മാക്സിമം ആരാണെങ്കിലും നമുക്ക് അറിയുന്ന ആളുകള് അവരുടെ ഫാമിലി ഉം. അല്ലെങ്കിൽ അത് ഞാൻ വളർന്നു വന്ന അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോ ഉം. പഠിച്ചൊരു പാഠാണ്. ഉം. കാരണം പല പൊതുവെ മലയാളികൾ കണ്ടെത്തുന്ന ഫീൽഡുകള് പൊതുവെ വന്നു കഴിഞ്ഞ ഒരു കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്. ഉം. എല്ലാവരും സിവിൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് പോകും. എന്ത് പഠിച്ചവനാണെങ്കിലും പെട്ടെന്ന് ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നു സിവിൽ എഞ്ചിനീയർ ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെയായിരുന്നു അക്കൗണ്ടന്റ്. ഉം. മലയാളികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കണക്കപ്പിള്ളമാരാണ് ഉം. യുഎഇയിലെ. ഒട്ടുമിക്ക ഉം. കമ്പനികളിലെയും മലയാളികൾ തന്നെയാണ്. ആ കൾച്ചർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഉം. പക്ഷേ പ്രധാനപ്പെട്ട ബാങ്കിങ് സെക്ഷൻ ഉം. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ഷൻ അവിടെയെല്ലാം നമ്മൾ റയറാണ്. ഉം. മലയാളികൾ വലിയ രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് വരാത്തൊരു മേഖലയായിരുന്നു. ഓക്കേ. പക്ഷെ ഞാനൊക്കെ കടന്നു വരുന്ന ആ സമയത്താണ് മലയാളികൾ കൂടുതലായിട്ട് അത് ഇൻഷുറൻസ് മേഖല അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേം, ഇൻഷുറൻസ് കമ്പനികളിലായിട്ട് വന്നത്. ഉം. അപ്പൊ എനിക്ക് തന്നെ ചാൻസ് കിട്ടിയത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു ഫ്രണ്ടിന്റെ ആ. ത്രൂ ആണ്. ഉം. അത് അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രൊഫഷൻ പഠിക്കാൻ പറ്റിയതും പറ്റിയത്. എനിക്കൊരു കരിയർ ആ. ഉണ്ടായതും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയുന്ന സാധാരണക്കാരായ ഫാമിലികളിലെ കുട്ടികൾക്ക് അതൊരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ഗ്രേറ്റ് ഫ്യൂച്ചർ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഒരു വഴി ഉം. എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കേ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ഇനീഷ്യൽ സഹായങ്ങൾ. കാരണം ഒരാൾക്ക് ഒരുപക്ഷെ അവിടെ വരാനോ ഉം. ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടാനോ സാധ്യത കുറഞ്ഞ ഉം. ഒരു കാലഘട്ടത്ത് ഉം. കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതി ആണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉം. അതിനിപ്പോൾ വലിയ ട്രെയിനിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉം. കാര്യം കൂടിയാണ്. അപ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇവിടെ യാ. ഇവിടെ നമുക്കതിനുള്ളൊരു കൊടുത്ത് യാ. കൊടുത്ത് അത്രയും വലിയ രീതിയിലല്ലാത്ത എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാന്നുള്ളൊരു ഓക്കേ. സൊല്യൂഷനിലേക്കാണ്. ഒപ്പം
ഉം. നാട്ടുകാരായ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുക തൊഴിൽ എന്നുള്ള ഒരു കൊടുക്കുക. ഓക്കെ. ഇത്രയധികം നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെയാണോ വേറൊന്ന് എനിക്ക് അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിപ്പിക്കുന്നത്, അവിടെയും സാംസ്കാരിക അസോസിയേഷനില് സംഘടനയിലൊക്കെ താങ്കൾ മെമ്പറാണ്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും. അപ്പം സാധാരണ ഇവിടുന്നുള്ള ആൾക്കാരൊക്കെ ബിസിനസ് ആയിട്ടോ, ജോലിയായിട്ടോ വെളിനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ അവരവരുടെ ആ ലോകത്ത് അവരങ്ങ് ജീവിക്കുകയാണ്. നാടുമായിട്ട് ഇയർലി വൺസ് എങ്ങാനും ഒന്ന് വന്നു, പോയി വെക്കേഷന് വന്നു, പോയി വീട്ടുകാരെ കണ്ടു പോന്നൂന്നല്ലാണ്ട്, താങ്കളെപ്പോലെ ഇങ്ങനെ ഇപ്പോഴും അവിടെയും ഇവിടെയും ഇങ്ങനെ എന്താ പറയാ സാംസ്കാരികമായിട്ടുള്ള രീതിയിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ ഒരു തീരുമാനം എങ്ങനെ വന്നു? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് കാലഘട്ടം മുതൽ ആ, തുടങ്ങിയ ഒരു ആദർശത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ടുള്ള ആ ഒരു കൂ കൂടിച്ചേർന്നുള്ളൊരു ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു പോക്ക്. ആ, അവിടെ ഇതിനെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് വേണമെങ്കിൽ കുറേ ബിസിനസ്സുകാരന്മാരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്ത് പോവാം. ഉം, അതാണ് പലരും അവിടെ ചെയ്യുന്നത്. ഉം, പക്ഷെ അതിൽ എന്താ കാര്യം, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ട്. ഉം, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സംഘടനയിൽ ഔദ്യോഗികമായിട്ട് മെമ്പറാണ്. ഉം, ഓവർസീസ് മലയാളി അസോസിയേഷൻ ഉം. ഓർമ്മ. ആ സംഘടനയുടെ പ്രത്യേകത തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മലയാളി ഓർഗനൈസേഷനാണ്. ഓക്കെ. അവിടെ അങ്ങനെയുള്ളവരായിട്ടല്ല നമ്മൾ കൂടുതൽ ഒരുമിച്ച് നിൽക്കേണ്ടത്. അതല്ലേ ഒരു എന്താ പറയുക, സോഷ്യലിസം ഒക്കെ പ്രസംഗിച്ച് കിടക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഉം. സോഷ്യലിസം എന്നാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പല ഘടകങ്ങളിൽ നിൽക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരുമിച്ച് ഒരേ സാമ്പത്തിക ഭദ്രതയിൽ എത്തിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. പക്ഷെ ഇതാണ് സംഘടനകളുടെ ഒരു ഒരു ഭംഗി. ഉം. കാരണം ഇപ്പം ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഏതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ വേറൊരു സാധാരണ ജോലി ചെയ്യുന്നവനാണെങ്കിൽ അവിടെ ഈക്വൽ ആണ്. എനിക്കവിടെ പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. അവൻ ചെയ്യുന്ന അതേ വർക്കാണ് ആ സംഘടനയിൽ ഞാനും ചെയ്യേണ്ടത്. ഓക്കെ. അതാണ് ആ സംഘടനയുടെ ബ്യൂട്ടി. ഓ! അതാണ് ആ സംഘടനയെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ഓക്കെ. അല്ലാതെ ബിജു ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് ബിജു ആ വർക്ക് ചെയ്യാൻ പാടില്ല പാടില്ല. ആ. എന്നില്ല. ഏതൊരു മെമ്പറും ചെയ്യുന്ന അതിൽ ചിലപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റേതായ ഔദ്യോഗികമായിട്ട് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ജോലികളിൽ വരാം. മാറ്റങ്ങളുണ്ടാവും. ഉം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഏതൊരു മെമ്പർക്കും അവിടെ ഒരേപോലെ ഒരേ തുല്യതയാണ്. സ്ഥാനമാണ്. അതെ. അല്ലേ? അതാണ് ആ സംഘടനയുടെ ഭംഗി. ഓക്കെ. അപ്പം ദുബായില് നിങ്ങളുടെ സംഘടന എന്തൊക്കെയാണ് ദുബായില് ചെയ്യുന്നത്? അവിടെ എല്ലാത്തരം സാംസ്കാരിക രംഗത്തുണ്ട്. ആ. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഉം. 10,000-ത്തോളം മെമ്പർമാർ ഒത്തുചേർന്ന ഒരു സംഘടനയാണ്. ഉം. അതിൽ ഇപ്പോൾ കേരളോത്സവം പോലുള്ള വലിയ വലിയ അതായത് യുഎഇനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടം ഉള്ള ഒരു പ്രോഗ്രാമാണ് കേരളോത്സവം. അതെ. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഉം. അപ്പോൾ എല്ലാ വർഷവും അത് നടന്നു പോകുന്നുണ്ട്. അതെ. അത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ എല്ലാത്തരം കലാരൂപങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഉം. വലിയൊരു വലിയൊരു പ്ലാറ്റ്ഫോം. അതൊക്കെ വന്നൊരു തവണ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് മനസ്സിലാകും. അതെ. യുഎഇ കണ്ട ഏറ്റവും വലിയൊരു അതെ. അതും സൗജന്യമായിട്ട്. ഉം. സാധാരണ മറ്റ് സംഘടനകളെല്ലാം ചെയ്യുന്നത് ആ ഒരു ബിസിനസ് അതെ. താല്പര്യത്തോടാണ്. ആ. ഇവിടെ സൗജന്യമായിട്ട് എല്ലാവർക്കും വന്ന് ആസ്വദിക്കാവുന്ന രീതിയിൽ ഉം. പ്രോഗ്രാമുകൾ ചെയ്യുന്നു. ഇതൊക്കെ നമ്മളെ ഏതൊരാളെയും ഉം. ഏഹ്, അതിലേക്ക് ആകർഷിക്കുന്നതാണ്. ഉം. അതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർന്നൂന്നേ ഉള്ളൂ. അല്ലാതെ ഒപ്പം തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ. കാഴ്ചപ്പാടുകളും അതിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ നാട് എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതൽ നമ്മളുടെ എന്താ പറയാ എല്ലാമാണ്. ആ. അത് യുഎഇയിൽ പോയതുകൊണ്ട് നമുക്ക് മാറ്റി നിർത്തപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോഴും നാട്ടുകാരുമായിട്ട് അടുത്ത ബന്ധമാണ്. ഓ! നാട്ടിലെല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട്. മാക്സിമം എവിടെയെങ്കിലും എന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് ആവശ്യങ്ങൾക്കുണ്ടെങ്കിലും ഉം. ഏഹ്, സ എല്ലാത്തരം സഹകരണങ്ങളിലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ സഹകരിക്കാറുണ്ട്. ബ്യൂട്ടിഫുൾ. ഉം. അതുകൊണ്ട് തന്നെയാണോ നാടിനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടും, നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ താൻ മാത്രം വളർന്നാൽ പോരാ, തന്റെ നാട്ടുകാരും കൂടെ വളരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണല്ലോ. നാട്ടുകാർക്ക് ജോലി കൊടുക്കുന്നു. അവിടെ ഓരോ നാടിന്റെ ഓരോ പ്രശ്നങ്ങൾക്കും തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ബിജു ചെയ്യുന്നുണ്ട്. ഇതിനിടയില് ഇപ്പോ നാട്ടില് പുതിയതായിട്ട് ചെയ്യുന്നതാണ് അവിടുത്തെ ബീച്ച് ടൂറിസവും കൂടെ. അതിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാനായിട്ടും താങ്കൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നറിഞ്ഞു. അതിന്റെ പിന്നിലത്തെ കഥയും രഹസ്യം എന്താണ്? കാരണം അത് നമ്മളുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. ഉം. കാരണം പലപ്പോഴും പല ബിസിനസ് ആശയങ്ങളും പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉം. കാരണം ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ വലിയൊരു തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരും വർഷങ്ങളിലാണ് തീരദേശ മേഖലകളിലൂടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും. അത് ഉം. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും അത് ഞാനൊരു ഇതായിട്ട് യാദൃശ്ചികമായിട്ട് പറയുന്നതല്ല. ഉം. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഉം. അതിൻ്റെ ഗുണം ആ പ്രോജക്റ്റ് കൊണ്ട് കിട്ടാൻ പോകുന്നുണ്ട്. ഉം. വരും വർഷങ്ങളിൽ കിട്ടും.
ഉം. ഒരുപാട് മാറ്റങ്ങൾ വരും ഉം. കേരളത്തിൽ. ഇവിടെ ഗതാഗതം ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴത്തെ ഗവൺമെന്റ് കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഉം. അത് വരും വർഷങ്ങളിൽ അത് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഉം. അതിനുശേഷം വരുന്ന ഓരോ ഡെവലപ്മെന്റും അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സാധ്യതയുള്ള മേഖല ബീച്ച് തന്നെയാണ്. ബീച്ച് ടൂറിസമാണ്. അപ്പൊ ഒരു ബിസിനസ്മാൻ ഉള്ള ആംഗിളിൽ കണ്ടുകൊണ്ടാണോ നിങ്ങളുടെ നാട്ടിലെ ബീച്ച് ടൂറിസം ചെയ്യാനായിട്ട് ഇപ്പോ താല്പര്യപ്പെടുന്നത്? അല്ല, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഉം. മറ്റ് കോർപ്പറേറ്റുകൾ വന്ന് ഇടപെടും. ഓക്കെ. അതുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല. ഓ. കാരണം ഇത് ഞാനിപ്പോ ഏത് രാജ്യത്ത് പോയാലും, ഉം. ഇപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ തവണ ഇപ്പൊ നമ്മൾ തായ്ലൻഡ് പോയി നോക്കൂ. ഉം. അവിടെ എന്താ ബീച്ചുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം മാത്രമാണ്. അതെ. അവിടെ ഫുക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതെ. ഫുക്കറ്റിലൊക്കെ അറിയാം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതെ. അല്ലെങ്കിൽ ഇപ്പൊ അത് വേണമെങ്കിൽ വേറൊരു ആംഗിളിൽ പറഞ്ഞാൽ അവിടെ എന്താ പറയാ കുറച്ചും കൂടി ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ടാണ് അത്തരത്തിൽ ഡെവലപ്പ് ഉണ്ടായത് എന്നൊക്കെ വാദിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. ഉം. ഏത് രാജ്യങ്ങളെടുത്തോ ദുബായിനെ സംബന്ധിച്ച് ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ഉം. വലിയ രീതിയിൽ അവർ ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. ഉം. നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ പോയി. റഷ്യയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോകുമ്പോൾ ബീച്ചുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളിലാണ് വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഏഹ്, നിലനിൽക്കുന്ന ടൂറിസം പദ്ധതികൾ മൊത്തം അവിടെയാണ്. ഉം. അവിടെയാണ് ശരിക്കും ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ റഷ്യയിലുള്ള ഒരു സ്ഥലം. ഉം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബീച്ചുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വലിയ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഉം. അത് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം മാത്രം എടുത്താൽ മതി. ഉം. തൃശ്ശൂർ ഒഴിച്ച് ബാക്കി എല്ലാ കോർപ്പറേഷനുകളും ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഉം. ആലോചിച്ചറിയാൻ പറ്റും. ഉം. അപ്പൊ അതുകൊണ്ട് അവിടെ വികസനങ്ങൾ വരും. ഉം. അപ്പൊ ഈ വികസനങ്ങൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇടപെടുന്നതിന് മുന്നേ നമ്മളെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടെ വളരാനുള്ളൊരു ആവശ്യം എന്നുള്ളൊരു ഒരു ബോധ്യപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഉം. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി യുഎഇയിൽ സന്ദർശിക്കാൻ വന്ന സമയത്ത് ഉം. ബിസിനസ് മീറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ട എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിക്കായിരുന്നു. ഉം. ഞാൻ അപ്പോഴും ചോദിച്ചത് ഉം. നമുക്ക് ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് ഉം. എന്ത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എന്ത് ഗവൺമെന്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഉം. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ ഇനി അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഉം. അത് ഏത് ഗവൺമെന്റ് വന്നാലും നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ഓക്കെ. അതിൽ അവിടെ സമാന ചിന്താഗതിക്കാരായ കുറച്ച് മറ്റ് ബിസിനസ്സുകാരുണ്ട്. ഉം. അവരുടെ ഭാഗത്തുനിന്നും അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടല്ല ഓക്കെ. ഞാൻ എൻ്റെ അത് എൻ്റെതായ ഒരു സ്വപ്നത്തിൽ ഞാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അത് ബിജു ഒറ്റയ്ക്കാണോ ഈ തൃപ്രയാർ നാട്ടിക ഏരിയയിലുള്ള ബീച്ച് ടൂറിസം, ബീച്ച് ആക്ടിവിറ്റിയും അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല? അല്ല. എല്ലാ ജനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട്. ആ. അതൊരു ഗ്രൂപ്പ് ഓഫ് അല്ലാതെ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ വൈസ് ഏഹ്, ചെയ്യാനല്ല. അത് ഞാൻ അന്നേ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വലപ്പാട് പഞ്ചായത്ത്, ഉം. അതുപോലെ കേരള സർക്കാർ ടൂറിസം വകുപ്പ്, ഉം. ജില്ലാ പഞ്ചായത്ത് ഇവരെല്ലാവരും കൂടിച്ചേർന്ന്, ഉം. കാരണം അവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ഉം. കേരള സർക്കാരിൻ്റെയാണ്. ഓക്കെ. കേരള സർക്കാരിന്റെ ഭൂമി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടെ തന്നെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഉം. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാം. ഉം. ഫണ്ടിന്റെ ലഭ്യതയുടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പേരുടെ സഹകരണം നമ്മൾ ഉറപ്പാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പ്രോജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഗവൺമെന്റിന് മുഴുവൻ ഫണ്ടും ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കാൻ പറ്റാത്തൊരാവശ്യം വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉം. ഗവൺമെന്റ് ഭൂമിയിൽ തന്നെ, ഉം. അതിപ്പോ സാധാരണ ആരും ഗവൺമെന്റ് ഭൂമിയിൽ പൈസ സ്പെൻഡ് ചെയ്യാറില്ല. ഉം. നിങ്ങൾക്കറിയാം. അറിയാം. കാരണം അത് ഭാവിയിൽ ഏതെങ്കിലും സർക്കാർ മാറുന്ന അ സമയത്ത് അതെ. അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉം. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല. അവിടെ തന്നെ പ്രൈവറ്റ് കുറച്ച് വ്യക്തികളെ കൂടെ ചേർത്തുകൊണ്ട് ഉം. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹം. അത് മെയിൻ കാരണം തന്നെ തൊഴിലാണ്. ഓക്കെ. 100ഓളം പേർക്ക്, നമ്മുടെ നാട്ടുകാരായ 100ഓളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ തൊഴില് പറ്റുന്ന ഒരു കൊടുക്കുക. വലിയ സങ്കല്പമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന തൃപ്രയാർ, വാടാനപ്പള്ളി, നാട്ടിക ആ ഒരു ഏരിയ ആയിരിക്കില്ല ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കാണുന്നുണ്ടാവുക അല്ലേ? ഞാൻ മെയിനായിട്ട് നോക്കുന്നത് വലപ്പാട് ആ. പഞ്ചായത്തിലെ ബീച്ചാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരുപക്ഷെ സ്നേഹതീരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബീച്ചുകൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ആ. അതുപോലെ ഇൻ ഫ്യൂച്ചറിൽ കേൾക്കാൻ പോകുന്ന ഏരിയ ഞങ്ങളുടെ വലപ്പാട് വലപ്പാടായിരിക്കും. പഞ്ചായത്തിലെ കഴിമ്പ്രം, അതുപോലെ കോതകുളം, പലപ്പെട്ടി അങ്ങനെയുള്ള കുറച്ച് മേഖലകളുണ്ട്. ആ. ഈ ബീച്ചുകളായിരിക്കാം ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത്. അറിയപ്പെടാൻ അത് അത് ഉറപ്പാണ്. അത് ഏകദേശം എത്ര വർഷമാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി കാണുന്നത്? അത് 3 വർഷത്തെ ഒരു പ്രൊജക്റ്റ് പ്രൊജക്റ്റ് ആയിട്ട്. ആയിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പൊ 3 ഇയേഴ്സിനുള്ളിൽ നമ്മള് എല്ലാരും കേൾക്കുന്ന, എല്ലാരും പുറത്തുനിന്നും ടൂറിസ്റ്റുകളെല്ലാം ഓടിയെത്തുന്ന ഒരു ബീച്ച് ആയിട്ട് അത് മാറും അല്ലേ? അത് മാറും. അത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റിയ നല്ല ജനപ്രതിനിധികൾ അവിടെയുണ്ട്. ആ. ഇപ്പോൾ അവിടുത്തെ
പഞ്ചായത്തിൻ്റെ തന്നെ ഉം, ജനപ്രതിനിധികൾ കാര്യങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹകരിക്കും. ഉം, അത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഈ പ്രൊജക്ടിൻ്റെ ഒരു എന്താ പറയുക അഡ്വൈസറായിട്ട് നിൽക്കാനേ ഞാനുള്ളൂ. ഉം, അല്ലാതെ ഇതിനൊരു വലിയ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ എന്നുള്ള രീതിയിലല്ല. എന്നെ ഉം. സംബന്ധിച്ച് എൻ്റെ ബിസിനസ് ഓൾറെഡി ഉണ്ട്. എൻ്റെ അവിടെയാണ്. മേഖല അത് ഉം, തന്നെയാണ്. അത് ഉം, ഞാൻ തിരിച്ചറിഞ്ഞ് ഉം, അതിന് വേണ്ടി തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാണ്. തീർച്ചയായിട്ടും ഒപ്പം നാട്ടുകാർക്ക് ഉം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരുടെ ഉം, നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള കുട്ടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉം. അവർക്ക് കൂടെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ ശ്രമിക്കും. ശ്രമിക്കുന്നു. സെക്യൂർമിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഗ്രോയിങ് സ്റ്റേജിൽ ഉം, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ അത് ഇപ്പോൾ ഓരോ മേഖലകളാണ് ഞങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് വരുന്നത്. ഉം, അത് ബിസിനസ് പരമായിട്ട് നോക്കുമ്പോൾ അത് ഓരോ കമ്മ്യൂണിറ്റികൾ അത് കൂടുതലും മലയാളി കമ്മ്യൂണിറ്റികൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ, ഉം, അല്ലെങ്കിൽ കുറച്ച് അറബ് കമ്മ്യൂണിറ്റികൾ, ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല കമ്മ്യൂണിറ്റികളും യു എയിലുണ്ട്. ഉം, അപ്പോൾ അവരുടെ ഇടയിലേക്കുള്ള മാർക്കറ്റിംഗ് രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് നമ്മൾ ഇനിയിപ്പം വരും വർഷങ്ങളിൽ ഉം, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉം, അത് എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നോ അതിനനുസരിച്ചുള്ള വലിയൊരു പ്രൊഡക്ഷൻ ആയിരിക്കാം ഉം. നമുക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കേ. അപ്പം അതിന്റെ പൊതുവേ എങ്ങനെയോ എല്ലാ കാര്യങ്ങളും വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് വളർന്നൊരു കുട്ടിയും കൂടെയാണല്ലോ. അപ്പൊ പൊതുവെ എല്ലാം ഭയങ്കര പ്രീ പ്ലാനിങ്ങോട് കൂടി ഇത്ര വർഷത്തിനുള്ളിൽ എന്റെ കമ്പനി ഇത്ര ഗ്രോത്തിലേക്ക് എത്തണം. അങ്ങനെ എല്ലാം മുൻകൂട്ടി ഒരു ധാരണയുള്ള ഒരാളും കൂടെയാണോ? ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ആണ് അല്ലേ? എൻ്റെ സ്റ്റാഫ് കറക്റ്റ് ആയിട്ട് ആണെങ്കിലും പ്ലാനിങ് ഉണ്ട് ഉണ്ട്. എല്ലാത്തിലും. അടുത്ത വർഷം നമ്മൾ ഏത് ഫിഗറിൽ എത്തണം, എത്തണം. എത്ര എംപ്ലോയീസ് ഉണ്ടാകണം, ഉണ്ടാവണം. അതുപോലെ തന്നെ അടുത്ത വർഷത്തെ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ്മെന്റ് രീതി, ഹാ. അതിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പ്രോഡക്റ്റുകൾ പലതാണ്. ഉം. ഇപ്പോൾ മോട്ടോർ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ജനറൽ പ്രോഡക്ട്സുകൾ, ഇതിലെല്ലാം എത്ര എത്ര പെർസെൻറ്റേജ് ഉണ്ടാകണം ഉം. എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓ. അല്ലാതെ വരുന്ന വഴിക്ക് കിട്ടുന്നതല്ല. അതിന് വേണ്ടിയിട്ട് എവിടെയെല്ലാം സപ്പോർട്ട് ആർക്കൊക്കെ വേണോ ഉം. അതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ച് അതിൻ്റെ വർക്കിംഗ് സ്ട്രക്ചർ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അത്. ഉം. അത് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിൽ ഏതെല്ലാം ഭാഗത്താണ് നമ്മൾക്ക് കുറവുകൾ വരുന്നത്, ഉം. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻ ടു ഇൻറ്റ് ആണ്. ഓക്കെ. അതിൽ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എവിടെയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാണ് ഉം. ഇതിൻ്റെ ഗ്രോത്ത് ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മളത് കൃത്യമായിട്ട് ഇടപെട്ട് അത് ക്ലാരിറ്റി വരുത്താറുണ്ട്. ഓക്കെ. ഒരുപാട് അവാർഡ്സുകൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല അച്ചീവ്മെന്റ്സ് ലൈഫില് നാട്ടിൽ നിന്നും, ദുബായിൽ നിന്നും ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. അല്ലേ? ആ തീർച്ചയായും. നേട്ടങ്ങളെയെല്ലാം എങ്ങനെ ഇപ്പൊ നോക്കിക്കാണുന്നത്? കാരണം അതെല്ലാം ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടന്നു വന്ന പാതകൾ. ആ. അത് അങ്ങനെ തന്നെ വേണം അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ ഓ യാത്രകൾ കഴിയുമ്പോഴും ഉം. അത് ഓരോ സ്റ്റേജിലെത്തുമ്പോൾ കിട്ടുന്നതാണ്. ഉം. തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ആർക്കും ഇതുപോലുള്ള അവാർഡുകൾ ഉണ്ടാവില്ല. കിട്ടാറില്ല. ഉം. എങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ സംബന്ധിച്ച് പുതിയ സ്ഥാപനം തുടങ്ങി. ഉം. തുടങ്ങിയ സമയത്ത് വളരെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ചില ഇൻഷുറൻസ് കമ്പനികളുടെ മാനേജ്മെന്റുകളുണ്ട്. അതിൽ ചില ഇൻഷുറൻസ് കമ്പനി, അതിലൊരു ഇൻഷുറൻസ് കമ്പനിയാണ് ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഒരു അവാർഡ് ഞങ്ങൾക്ക് തരുന്നത്. അതിനുശേഷം ഒരുപാട് ഒരുപാട് അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും. ഉം. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ അംബേദ്കർ അവാർഡ് പോലും ഉം. കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും നമ്മൾ പെയിനോട് കൂടി നടക്കുന്ന സമയത്ത് ആരാണോ നമ്മുടെ കൂടെ നിർത്തി നമ്മൾക്കൊരു റെക്കഗ്നേഷൻ തരുന്നത്, തരുന്നു. അതായിരിക്കും നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും തീർച്ചയായിട്ടും. അവശേഷിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ അംഗീകാരങ്ങൾ ഏത് കാലത്തും നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനുശേഷം തീർച്ചയായിട്ടും. വന്നു ചേരുന്ന അതിന് നമ്മൾ വാല്യൂ കൊടുക്കാഞ്ഞിട്ടല്ല. പക്ഷേ മനസ്സിലായി. അതിൻ്റെ ആ ഒരു സുഖം ഒരുപക്ഷേ ഇപ്പോൾ വേറെ കിട്ടുന്ന തന്നെയാണ്. അച്ചീവ്മെന്റുകൾക്ക് ഇല്ലേ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അത് ഇപ്പൊ സെക്യൂർമി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ദുബായിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ച് ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും നമ്മളായിട്ട് ടൈ കോർഡിനേറ്റ് അപ്പ് ആണ്. ചെയ്യുന്നുണ്ട്. ഓക്കെ. എല്ലാം, ഉം. എല്ലാ റെപ്യൂട്ടഡ് കമ്പനികളുമായിട്ട് ടൈ അപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ ബ്രോക്കിംഗ് ഫേമുകൾക്ക് അത്തരത്തിൽ ഉള്ളൊരു ഓപ്ഷൻ ഇല്ല. ഉം. പലരും പ്രധാനപ്പെട്ട റേറ്റഡ് കമ്പനികൾ പലരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്ലയന്റ് ബേസ് ആണെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസ് മുതൽ ഉം. സാധാരണക്കാരായ ചെറിയ സ്ഥാപനങ്ങൾ വരെയുണ്ട്. അതിലൊന്നും ഒരു വേർതിരിവും ഞങ്ങൾ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. സാധാരണക്കാർക്കും മൾട്ടിനാഷണൽ കമ്പനികൾക്കെല്ലാം ഒരേ രീതിയിലുള്ള ട്രീറ്റ് തന്നെയാണ് നമ്മുടെ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ബ്യൂട്ടിഫുൾ. എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭംഗി. ഭംഗി. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് അതെ, പറയുന്നത് തന്നെ അല്ലേ? അതെ. ഇപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചോദിച്ചോട്ടെ. ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ മുന്നിൽ പാലിച്ചു കൊണ്ടുവരേണ്ട
ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് ഡിസിപ്ലിൻ തന്നെയാണ്. യാഹ്. രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മളുടെ കൂടെ നമ്മളുടെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന എംപ്ലോയീസിന്റെ എണ്ണം. ആ. അതൊരു വലിയ ഘടകമാണ്. ഉം. അത് എന്തൊക്കെ പറഞ്ഞാലും വൺ മാൻ ഷോ എന്നൊന്നൊരു രീതി ഇല്ല. ഒരു ബിസിനസ്സിലും ഇല്ല. ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അവരാരും എവിടെയും എത്തിയിട്ടില്ല. ഉം. അത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു ഘടകമാണ്. ഉം. അത് ശരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അത് അവരെ മോണിറ്റർ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് എനിക്കിവിടെ യുഎയിൽ യുഎയിൽ നിന്ന് ഇവിടെ ഇടയ്ക്ക് വരാൻ പറ്റുന്നതും, ഉം. അല്ലെങ്കിൽ ഇടയ്ക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നതെല്ലാം. ഉം. എനിക്ക് അതിൻ്റേതായ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബാക്കപ്പ് സൊല്യൂഷനും നമ്മൾ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഉം. അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടത് നല്ലൊരു ടീമാണ്. ഉം. ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു വർക്കായിരുന്നു ആദ്യത്തെ 2 വർഷം ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഉം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പണിയാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ബേസ് ടീമിനെ ഞങ്ങൾ ബിൽഡ് ചെയ്തത് തന്നെ എല്ലാവരും ന്യൂ സ്റ്റാഫുകളാണ്. ഓ. ആരും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നില്ല. അതെനിക്ക് ഓക്കെ. ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. ആരും എക്സ്പീരിയൻസ് സ്റ്റാഫ് വേണ്ട. ഓ! അപ്പൊ അതായത് താങ്കളുടേതായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ വന്ന് അവർ അതേ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അതെ, ഞങ്ങൾ എന്താണോ കാണിച്ചു കൊടുത്ത വഴി ഓക്കെ. അതാണ് അവരെ സംബന്ധിച്ച് കമ്പനിയുടെ ബേസ്. ബേസ്. ഓക്കെ. മറ്റ് കമ്പനികളിൽ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് സാമ്പത്തികമായിട്ട് ലാഭങ്ങൾ ഉം. വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഇതിൽ നിന്ന് മാറി ഉം. മറ്റ് ബിസിനസ്സുകളിൽ കിടക്കും. ഉം. ഒപ്പം ഇവിടെ ഏതെങ്കിലും ഒരു ഡിസൈഡഡ് പേഴ്സണെ കൊണ്ടുവന്നിട്ട് ഉം. ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സണെ കൊണ്ടുവന്ന് ഉം. അവിടെ കൊണ്ടുവന്നിരുത്തി ഉം. ഈ പറഞ്ഞ ടീമിനെ മാനേജ് ചെയ്യാൻ കൊടുക്കും. ഉം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പല സ്ഥലങ്ങളിലും ക്ലാഷുകൾ വരുന്നത്, എംപ്ലോയീസ് തമ്മിലുള്ള ഈഗോ വരുന്നത്. അത് സർവ്വസാധാരണമാണ്. ഉം. അപ്പോൾ അവിടെ പ്രാധാന്യം വരുന്നത് ഒരു ജോലിക്ക് ഒരു കമ്പനിയുടെ ഓണർ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരാൾ, ഉം. അല്ലെങ്കിൽ ജനറൽ മാനേജറായിട്ട് വരുന്ന ആൾ ഒരു ജോലിക്കാരനായിട്ട് സാലറിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് അത്രത്തോളം എംപ്ലോയീസിന് ഒത്തുപോകാൻ പറ്റുന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. പല കമ്പനികളും നേരിടുന്ന വലിയ പ്രതിസന്ധി അതാണ്. അപ്പോൾ അതൊരിക്കലും നാട്ടിലെ പോലെ എലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം വരുന്ന സ്റ്റാഫുകളായിട്ട് ഈ വരുന്ന ആൾ കോപ്പറേറ്റ് ചെയ്യുമോ ഉം. ഇല്ലയോ, അതോ തൻ്റേതായ ഐഡിയകൾ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമോ, ആ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ അത് കമ്പനിക്ക് പ്രോഫിറ്റ് ആകുമോ ഇല്ലയോ, ഉം. പരീക്ഷണങ്ങൾ നടത്താൻ മാനേജ്മെന്റ് അനുവദിക്കുകയോ ഇല്ലയോ, ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. ഉം. അപ്പൊ ഇതെല്ലാം പരീക്ഷണശാലയാക്കാൻ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളെ വിട്ടുകൊടുക്കാതിരുന്നാൽ തന്നെ ഉം. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഫ്ലോപ്പ് ആകാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ. ഇത്രയും വർക്കും സ്ട്രെസ്സും ഒക്കെ ഉള്ളപ്പോ ഏഹ്, എന്തായാലും ഇതെല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? എത്ര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയാലും ഇടയില് നിങ്ങക്ക് അതിന്റേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയാണ് ലൈഫിനെ ബാലൻസ് ചെയ്യണത്? സത്യം പറഞ്ഞാൽ ഞാൻ യാത്ര പോകും. ആണോ? ഒറ്റയ്ക്കാണോ? അതോ അല്ല, ഫ്രണ്ട്സ് ആയിട്ടാണോ? കുടുംബായിട്ടാണോ? ആദ്യം യാത്രകൾ ഒറ്റയ്ക്കുള്ള യാത്രകളില്ല. ആ. ഓപ്പൺ ആയിട്ട് പറയാം. എന്നെ സംബന്ധിച്ച് നമ്മൾ ചില റീലിലൊക്കെ കാണുന്ന പോലെ സോളോ ട്രാവൽ ഇല്ല. ആരുടെ കൂടെയാണ് ആ. നിങ്ങൾ യാത്ര ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ആ യാത്രയുടെ ഭംഗി അതെ. എന്നതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അതെ. അതേപോലെ തന്നെയാണ്. ഞാൻ കൂടുതലും യാത്രകൾ എൻ്റെ ഫാമിലിയുടെ ഒപ്പം പോകാനാണ് എനിക്കിഷ്ടം. ഓക്കെ. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ, ഉം. വൈഫ്, 2 മക്കള്, ഉം. അനിയത്തി, അളിയൻ, അതുപോലെ അവരുടെ 2 മക്കള്. ഓ. അങ്ങനെ 10 അംഗ ഒരു വലിയ ഫാമിലി ഉണ്ട്. ഓ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളിവിടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കാശ്മീർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ സിറ്റികളും ഇറങ്ങിയത് ഈ 10 അംഗ സംഘമാണ്. ഓ. ഓൾമോസ്റ്റ് 10 ദിവസത്തോളം ടൈം എടുത്ത് ഓക്കെ. എല്ലാരും 2, കൂടെ 3 ചേർന്ന്. അതെ. അപ്പൊ അതൊരു ആഘോഷം തന്നെയാണ്. അതെ, 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 ആ. അതെ. അത് അവർക്ക് അതൊരു വലിയ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തീർച്ചയായും. ലെവലാണ്. ഉം. സ്ട്രെസ് ഫ്രീ ആക്കുന്നതിനും ഉം. അല്ലെങ്കിൽ ഇതെല്ലാം നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നടക്കുമെന്ന് ഉറപ്പില്ലാത്ത ഉം. കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് കഴിഞ്ഞ വർഷം ഉം. ഫാമിലിയായിട്ട് എല്ലാവരും കൂടിയിട്ടാണ് തായ്ലൻഡ് പോയത്. ഓക്കെ. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി. ഉം. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഉം. റഷ്യ പോയത്. ഉം. അങ്ങനെ ഞങ്ങളെ യാത്രകൾ ഇപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബെസ്റ്റ് എംപ്ലോയീസ് കമ്പനിയുടെ ബെസ്റ്റ് എംപ്ലോയീസിന് ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൗ! ആ ഇന്റർനാഷണൽ ട്രിപ്പിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ഞങ്ങൾ പോകേണ്ടിയിരുന്ന ഡേറ്റ് എനിക്ക് തോന്നുന്നു 8th ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓ! മാർച്ച് മാസം. ഓക്കെ. പക്ഷേ 28ന് ആ ഒരു ഇഷ്യൂ വന്നു. ഉം. ഞങ്ങൾക്ക് ഇപ്പോൾ വിസ പോവാൻ എല്ലാവരും പറ്റില്ല. ഓപ്പൺ ആണ്. ഉം. പക്ഷേ പോവാൻ ഇപ്പൊ പറ്റാത്ത പോവാൻ അവസ്ഥ. ഞങ്ങളുടെ പറ്റിയില്ല. ടിക്കറ്റ് ക്യാൻസലായി. ഉം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 10ഓളം പേരുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പ് എല്ലാം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞതായിരുന്നു. അത് ഓക്കെ. ആരുടെ ബാഡ് ലക്കാന്ന് അറിയില്ല. എന്തായാലും ഈ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് യാത്രകളെ സംബന്ധിച്ച് ഞാൻ ആ ഒരു പാഷൻ ഉം. ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉം. സ്റ്റാഫുകൾക്കും ആ ഒരു പാഷൻ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഉം. പക്ഷെ ഞാൻ അതിന് എൻ്റേതായ ആ ഒരു ഭാഗം ഞാൻ ക്ലിയർ ആക്കി ഓക്കെ. കൊണ്ടുപോകുന്നുണ്ട്.
എന്തായാലും ലൈഫിൽ ഒരുപാട് വിഷമങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ചേർന്ന് മിക്സ്ഡ് ആണല്ലോ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിനിടയിൽ കുറച്ച് സ്ട്രെസ് കയറുമ്പോൾ തന്നെ അപ്പം ഇതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് കൂടെ യാത്രയ്ക്ക് പോകുമ്പോൾ അതും സെലിബ്രേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളെ അല്ലാത്ത രീതിയിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ ഉം, പറ്റും ഉം, അല്ലേ? അതെ. അങ്ങനെ സെക്യൂർ മീ ഇൻഷുറൻസ് കമ്പനി ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ ദുബായിലെ ഏറ്റവും നല്ല റെപ്യൂട്ടഡ് കമ്പനി ആയിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ്. ഇനിയും അതിന്റെ വളർച്ച താങ്കൾ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഉം, വർഷം സെക്യൂർ മീ എവിടെ എത്തണം എന്നുള്ളതെല്ലാം അല്ലേ? തീർച്ചയായും. എന്തായാലും ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വളരെ നല്ല രീതിയിൽ എല്ലാം നന്നായിട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും കമ്പനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഒപ്പം നാട്ടിലും കുറേ പ്രവർത്തനങ്ങളിലെല്ലാം താങ്കൾ താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. എല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു.